ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെടുത്ത് വായിച്ച് സഹായിക്കണം. വായിക്കാനായിട്ട് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ മൈക്കിൽ കൂടെ വായിക്കുന്നതായിരിക്കും ഉചിതം. 29-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന ഏവരെയും ആശീർവദിക്കണം. ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കണം. അവിടുത്തെ ദാസിദാസന്മാരെ എല്ലാം ആശീർവദിക്കണം. എളിയവൻ്റെ മേലും കൃപ ചൊരിയണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മഹായോഗത്തിൻ്റെ ഇന്ന് രാത്രിയിലെ അധ്യക്ഷൻ, ഈ വേദിയിൽ ആയിരിക്കുന്ന ആദരണീയരായ എല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാർ, ചുമതലക്കാർ, ഇവിടെ സദസ്സിൽ അനേക ദൈവദാസന്മാരും സുവിശേഷ വേലക്കാരും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, ഈ ദേശത്തുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ഇവിടെ വ്യാപാരം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഈ മഹായോഗത്തിൻ്റെ പിൻപിൽ വളരെ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ, സഭാവ്യത്യാസം കൂടാതെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിലെ വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ശുശ്രൂഷകളെ ആദരിക്കുകയും ചെയ്യട്ടെ. മറ്റ് മുഖവരകളൊന്നും പറഞ്ഞ് ഇന്ന് സമയം കളയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രേഷ്ഠരായ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം അയച്ചു. നാളെയും വരുന്ന ദിവസങ്ങളിലും കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കണമല്ലോ. ദൈവം അവരെയും സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഇന്ന് രാത്രി സംബന്ധിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് തൊണ്ടയ്ക്ക് അല്പം പ്രയാസവും വേദനയുള്ളതുകൊണ്ട് ഒളിയൊഴിച്ചിറോണ്ടെന്ന് കൂട്ടി വെച്ചാൽ അതിൻ്റെ പരുവത്തിന് നിൽക്കണം. ഉറക്കെ പറയുമ്പോൾ ഞാൻ അകത്തും, പതുക്കെ പറയുമ്പോൾ ഞാൻ അടുപ്പിക്കും. നമ്മളൊരു ധാരണ വേണം. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെ കൂടിയതിൽ ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ദാസനെ ഷോണ് എന്നോട് പറഞ്ഞു, ഇന്നത്തെ പോലൊരു യോഗമുണ്ട്, അത് എന്നെ ചുമതലപ്പെടുത്തി വരണം. ഓർത്ത് പ്രാർത്ഥിച്ചു. വരാമെന്ന് പറഞ്ഞു. എന്നെ വന്ന് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. കഴക്കൂട്ടം വരെ വേറൊരു കർത്തൃദാസനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേറൊരു യോഗത്തിന് പോകണമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അങ്ങോട്ട് വന്ന് എന്നെ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ മേലെ, ഞാൻ ഓടിപ്പിക്കും, പക്ഷേ അറിയത്തില്ല ഓടിക്കാൻ. അപ്പം അങ്ങനെ അദ്ദേഹം വന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, ആളൊക്കെ കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരു 600 പേരൊക്കെ ഉണ്ട് ഇവിടെ. വന്നപ്പോൾ 600 അല്ല 800 അല്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്തിനെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രി നമുക്ക് തിരുവചനം ധ്യാനിക്കാം. ബഹുമാന്യ കർത്തദാസൻ വായിച്ച് സഹായിച്ചാട്ട് ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് എപ്പോഴാണ് യോഗം നിർത്തേണ്ടത്? പ്രസംഗം എപ്പം നിർത്തണം? ഒരു വാച്ച് ഞാൻ നിന്ന് കൃത്യമുള്ള വാച്ച് തരണം. സമയം തെറ്റിയ വാച്ച് തരരുത്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഇതിലിപ്പം 8:13 കറക്റ്റാന്നേ.
പുള്ളി ഇച്ചിരി കൂട്ടി വെച്ചിരിക്കുന്ന. ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വൈദിക പിശാചിനോടും കായമോകാദികളോടും പോരടി ചടിമയത്തിൽ പെട്ടുപോയി ഞാൻ. വൈദിക പിശാചിനോടും കായമോകാദികളോടും പോരടി ചടിമയത്തിൽ പെട്ടുപോയി ഞാൻ. അടിമയിൻ നോകം തകർത്ത ഉടയ തമ്പുരാനെ നല്ല ഇടയനെ ഒരേഴയാണ്ട അടിയനെ കാൺപാർക്കദേവ യേശുവേ കരുണാസനാപതിയേ നട്ടം തിരിയും തന്നെ വീണ്ടുകൾ യേശുവേ കരുണാസനാപതിയേ. ഭൂതലത്തിൽ നീ ഒഴിച്ച ഭൂതലത്തിൽ നീ ഒഴിച്ച ദാതജനികാതരമോ കണ്ടതില്ല സകല മണ്ഡലാധിപ. ഭൂതലത്തിൽ നീ ഒഴിച്ച ദാതജനികാതരമോ കണ്ടതില്ല സകല മണ്ഡലാധിപ. അടിമയിൻ നോകം തകർത്ത ഉടയ തമ്പുരാനെ നല്ല അടിമയിൻ മുഖം തകർത്ത ഉടയ തമ്പുരാനെ നല്ല ഇടയനെ ഒരേഴയാണ്ട അടിയനെ കാൺപാർക്കദേവ യേശുവേ കരുണാസനാപതിയേ നട്ടം തിരിയും തന്നെ വീണ്ടുകൾ യേശുവേ കരുണാസനാപതിയേ നട്ടം തിരിയും തന്നെ വീണ്ടുകൾ യേശുവേ കരുണാസനാപതിയേ. വൈദിക പിശാചിനോടും കായമോകാദികളോടും വൈദിക പിശാചിനോടും കായമോകാദികളോടും പോരടി ചടിമയത്തിൽ പെട്ടുപോയി ഞാൻ. 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 അടിമയിൻ മുഖം തകർത്ത ഉടയ തമ്പുരാനെ നല്ല അടിമയിൻ മുഖം തകർത്ത ഉടയ തമ്പുരാനെ നല്ല ഇടയനെ ഒരേഴയാണ്ട അടിയനെ കാൺപാർക്കദേവ
പതിയെ നട്ടം തിരിയും തന്നെ വീടുകൾ യേശുവേ കരുണ സന്ന പതിയെ നട്ടം തിരിയും തന്നെ വീടുകൾ യേശുവേ കരുണ സന്ന പതിയെ നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിലെ വളരെ സ്പീഡിലെ കമ്പിവാചകം പോലായിരിക്കും തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിൽ സാക്ഷിപ്പാൻ ദൈവം കൃപ നൽകി. ഉറക്കളപ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, യാത്രയുടെ ക്ഷീണമുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം തൃശ്ശൂരായിരുന്നു യോഗം. അതിന് തലേന്ന് വെള്ളറയുടെ യോഗമായിരുന്നു 2 ദിവസം. ഇന്നലെയും മിനിഞ്ഞാന്നും തൃശ്ശൂർ യോഗം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ നേരം വെളുത്തു. പകൽ യോഗം ഉണ്ടായിരുന്നു, അവിടെയും ശുശ്രൂഷിച്ചു. അതിനുശേഷമാണ് ഓടി വന്നത്. നാളെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ സെൻറ്ററിൻ്റെ യോഗം, മറ്റന്നാൾ പാമ്പാടി സെൻറ്ററിൻ്റെ യോഗം. അങ്ങനെ ദിവസങ്ങളിലെല്ലാം ബന്ധപ്പാടുണ്ടെങ്കിലും ഈ യോഗത്തിൽ വന്നതിൽ വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ക്ഷണിച്ചവർക്ക് വളരെ നന്ദി ഒരിക്കൽ കൂടെ ചൊല്ലുന്നു. വായിച്ച തിരുവെടുത്ത് ഇന്ന് സ്പീഡിലായിരിക്കും പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നതിൽ തിടുക്കത്തോടെ, ഇന്ന് തിടുക്കത്തോടെ. അപ്പം ചടികടാന്ന് കർത്തൃദാസം കൂടെ നിന്നുകൊണ്ട് ഒന്നുകൂടെ വായിച്ചു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ദൈവത്തിന് മഹത്വം. വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. നമുക്കറിയാം, ഇത് മൊത്തം 66 പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകം. ചില ആൾക്കാർ വേറെ പുസ്തകം ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അവരെ കാണുമ്പോഴും അറിയാം. അത് നിങ്ങൾ വഴി കൂടെ പോകുമ്പോൾ അറിയാം, അത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ് പോകുന്നത്. അവരുടെ ആ ഉടുപ്പും നടപ്പും എടുപ്പും പോക്കും സ്തോത്രം ചൊല്ലുത്തും കാണുമ്പം നമുക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാകും പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ് ആ പോകുന്നത്. അവിടെ ആരാധന സ്ഥലം കാണുമ്പോഴും അറിയാം പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ്. എന്നാൽ ഇത് 66 പുസ്തകം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകം. ഇതുപോലെ പുസ്തകം ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. ഒറ്റയൊരുത്തനെ ഉണ്ടാക്കാനും ഒക്കുകയില്ല. സ്തോത്രം. ഈ പുസ്തകം ഇങ്ങനെ മാറോട് ചേർത്ത് കൊണ്ടുപോകുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇപ്പം നമ്മുടെ പിണങ്ങരുത്, അല്ല പിണങ്ങിയാലും ഒന്നില്ല, ഞാൻ 9 വരെയാകുമ്പോൾ അങ്ങ് പോവും. നമ്മുടെ ഉപദേശമാർക്ക് ഇപ്പം ഈ പുസ്തകം എടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല. എല്ലാം മറ്റേ കുന്തമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ എന്തുവാ, മൊബൈലല്ല, ടാബ്. ഇപ്പോൾ കർത്താവിൻ്റെ വലിയൊരു ദാസൻ ഇന്നയാളെ മുമ്പോട്ട് വന്ന് സങ്കീർത്തനം വായിക്കും. ഉടനെ ടാബിലാണ് തോണ്ടുന്നത്. സങ്കീർത്തനം തോണ്ടി വന്നപ്പം പുറകെ ലില്ലിക്കുട്ടി ഇറങ്ങി വരുന്നു. കാരണം ഇതെല്ലാം ഇതിനകത്ത് ഇണക്കി വെച്ചിരിക്കുക. എന്നാൽ ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും വേറെ പുസ്തകമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഭൂഷണം. എനിക്ക് വളരെ സന്തോഷം. ദൈവദാസന്മാരെല്ലാം വേറെ പുസ്തകമായിട്ടിരിക്കുന്നത് തന്നെ ഒരരങ്ങും അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകം ഇങ്ങനെ മാറോട് ചേർത്ത് കൊണ്ടുപോകണം. പണ്ട് നിങ്ങളുടെ ഇവിടെ തമിഴ്നാടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് തമിഴ്നാടാണല്ലോ. ഇത് തമിഴ്നാടല്ലേ? അപ്പം മലയാളത്തിലെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് അറിയാവോ എന്നറിയത്തില്ല. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം ചിലർ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പണ്ടൊരാൾ പുസ്തകമായിട്ട് പോയ ചരിത്രം എഴുതിയിട്ടുണ്ട്. പുള്ളി ഏത് പുസ്തകമാണെന്നുമില്ല, പുസ്തകം പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് കവി എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചതാ. മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും മുണ്ടിൽ ആളെന്തി എവിടെ പോയി? അത് വേണ്ട, ഇതാ കുറച്ചുകൂടെ. മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കച്ചത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് രണ്ടും കൂടി കച്ചത്തിങ്കൽ ഇടുക്കിക്കൊണ്ട്
എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ പുസ്തകം നിങ്ങള് പുരാണകഥ പഠിക്കുന്നവർക്കറിയാം. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ കാണാൻ കുചേലൻ പോയതാ. ഇവര് സതീർത്ഥ്യരായിരുന്നല്ലോ, ഒന്നിച്ച് ഗുരുകുല വിദ്യാഭ്യാസം നടത്തി. കൃഷ്ണനെ വലിയ പുള്ളിയായി. കുചേലൻ ദരിദ്രനാ, വിപ്രൻ, ഒരു ബ്രാഹ്മണൻ, ദരിദ്ര ബ്രാഹ്മണനാ. അപ്പൊ പുള്ളി കൂട്ടുകാരനെ കാണാൻ പോവുക. ആ സഹോദരി രാത്രി തന്നെ എന്ന് വായ്പയ്ക്ക് നെല്ലുമൊക്കെ മേടിച്ച് രാത്രി തന്നെ അത് ഇടിച്ച് അവലാക്കി. നിങ്ങൾ വല്ലവരും വരുന്ന അയാളെ ഇടിച്ചാനും രാത്രി ഇടിക്കും, പക്ഷേ ഇടി കൊള്ളുന്നത് നെല്ലിനായിരിക്കുകയല്ല. അവരെ അങ്ങേരെ ഇടിക്കാതെ രാത്രി നെല്ലിടിച്ച് അവലാക്കി ആ പൃഥുകം ഒരു തുണിയിൽ പൊതിഞ്ഞ് കെട്ടി വെളുപ്പിനെ പോയി കുളിച്ചേച്ച് വന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അപ്പം ഇദ്ദേഹം അതുമെല്ലാം ആയിട്ട് പോകുന്ന കാഴ്ചയാണ് എഴുതി വച്ചിരിക്കുന്നത്. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കൽ. അപ്പം പുള്ളി പുസ്തകം എവിടെ വെച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അമ്മ അടങ്ങിയിരിക്കണേ, സ്തോത്രം. കയറി കൊത്തരുത്, ഞാൻ എൻ്റെ പരുവത്തിന് പറയാം. ഈ പ്രായമായ സമയത്ത് തല്ലുകൊള്ളരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. ഈ പുസ്തകം ഇങ്ങനെ പിടിക്കണം. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ഇതെടുത്തവർക്കല്ല അനുഗ്രഹമാണ്. ഇത് വന്നു കയറിയ വീടിന്റെ മുഖച്ഛായ മാറി. ഇത് ഉയർത്തപ്പെട്ട ദേശത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. ഇതേത് വ്യക്തി എടുത്തു അവനെല്ലാം അനുഗ്രഹമാണ്. ഇതെടുത്തവൻ്റെ സന്തതിക്കും സന്തതിയുടെ സന്താനങ്ങൾക്ക് ഒരു ദോഷം വന്നിട്ടുമില്ല, വരത്തുമില്ല. ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. ഇതിനെ ആശ്ലേഷിച്ചാൽ ഇത് നിന്നെ അനുഗ്രഹിക്കും. ഇതിനെ മാനിച്ചാൽ ഇത് നിന്നെ മാനിക്കും. ഇതിനെ ആദരിച്ചാൽ ഇത് നിന്നെ ആദരിക്കും. ഇതെന്ന് ഞാനീ പറയുന്നത് ഇതിലെ പ്രതിപാദ്യ പുരുഷൻ യേശുക്രിസ്തുവാണ്. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ യേശുക്രിസ്തു. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള അവൻ ശ്രേഷ്ഠനാകുന്ന യേശുക്രിസ്തു. അവൻ നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവനാകുന്ന നസറേയനാകുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രി ഈ പ്രാരംഭത്തിൽ കയറി പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടകൾ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ആ നാമത്തിൽ രോഗശാന്തിയുണ്ട്. ആ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. ആ നാമത്തിൽ കുരുടര് കാണും. ആ നാമത്തിൽ മുടന്തര് നടക്കും. ആ നാമത്താൽ ചെകിടർക്ക് കേൾവി ഉണ്ടാകും. ആ നാമം പറഞ്ഞാൽ മരിച്ചവൻ ഉയർക്കും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്ന എല്ലാത്തിലും മേലായ യേശുവിന്റെ പരിശുദ്ധ നാമം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ യേശുക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ പഠിച്ച യേശുക്രിസ്തുവിനെയാ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഇല്ല. ഇത് മാത്രമുള്ള പേര് തന്നെ സത്യ വേദ പുസ്തകമാണ്. വേറെ വേദങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളത് 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം നമ്മൾ പഠിച്ചിട്ടുള്ളതാ സ്കൂളിലുമൊക്കെ. എന്നാൽ ഈ വേദത്തിന്റെ പ്രത്യേകത എഴുതിയിരിക്കുക സത്യവേദ പുസ്തകം. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോകുന്നതിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടില്ലെന്നേ. സ്തോത്രം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. നമ്മുടെ പേരെന്നാ മൈക്ക് അപ്പോളേ ഇതിൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം, അതിൻ്റെ എല്ലാ ശബ്ദം ഇതിൻ്റെ കീഴേ നിൽക്കണം. അത് അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല,
ഈ പാടി വെക്കുന്നത് എന്നാന്ന് നാട്ടുകാർക്ക് മനസ്സിലാകണം. അമ്മ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി വെച്ച് പോകുമെന്ന് പറയരുത്. പാട്ടിൻ്റെ വരി പദം അത് തിരിയണം. അപ്പം നിങ്ങളിത് പറഞ്ഞെന്നോർത്ത് അടിക്കാതെയും കൊട്ടാതെയും ഉഴപ്പുകയും ചെയ്യരുത്. എനിക്കറിയത്തില്ലെങ്കിൽ ഉഴപ്പിയാൽ എനിക്കറിയാം. അപ്പം നമ്മൾ ഒരു ധാരണ പോകണം ഇന്ന്. അങ്ങനെ തന്നെ. വൃത്തം മഞ്ചരിയ വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്കു ദീപമും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപമും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. ഇതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. 2 ഭാഗങ്ങളുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഇന്ന് എത്രയും പാടിയാൽ മതി, സമയം അതിനേ ഉള്ളൂ. എത്രയും കേട്ടാൽ മതി, ബാക്കി പിന്നെ നേലും. അപ്പൊ ഇതുപോലെ ഒരു പുസ്തകം വേറെ ഇല്ല, ഉണ്ടായിട്ടുമില്ല. ഈ 66 പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തുവാണ്. നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 22-ാമത്തെ അധ്യായം വരെ വായിച്ച് ഇതിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തി യേശു ക്രിസ്തുവാണ്. സ്തോത്രം. മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗം മുറിച്ചാലും ഏത് അവയവം മുറിച്ചാലും രക്തം വരുന്നത് പോലെ ഈ വേദപുസ്തകത്തിൻ്റെ ഏത് അധ്യായം പരിശോധിച്ചാലും അതിനകത്ത് യേശു ക്രിസ്തുവിനെ കാണാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിലെ പ്രതിപാദ്യ പുരുഷൻ ക്രിസ്തുവാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ പുസ്തകത്തിൽ ചിലരെ ഇപ്പം പുതിയ നവീന ഉപദേശക്കാർ പറയുന്നത് പഴയ നിയമമൊന്നും പറയരുതെന്ന. ഇവന് വട്ടാണേ. അല്ലെങ്കിൽ അല്ലെന്ന് പറയണ, തീർത്ത് കാര്യം പറയണം. ഞാൻ തീർത്ത് പറഞ്ഞേ പോവുള്ളൂ. പഴയ നിയമം പ്രസംഗിക്കരുത്, സങ്കീർത്തനം വായിക്കരുത്, സമാഗമന കൂടാരം കത്തിച്ചേക്കാൻ. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. നിന്റെ നോട്ടം എങ്കിൽ നിന്ന് അല്ല. ചില ആൾക്കാർ പുതിയ ഉപദേശക്കാർ അങ്ങനെ പറയുന്നത്. ആരോ ഒരിക്കൽ ഒരു സഹോദരൻ, ആരോ അല്ല, പേരൊക്കെ എനിക്കറിയാം, പേര് പറയുന്ന മോശമാണ്. അവൻ ചോദിച്ചു പോലും ഇത് രണ്ടുകൂടെ കുത്തിക്കെട്ടിയത് ആരാന്ന്. അവൻ അതാ അറിയേണ്ടത്. പഴയ നിയമവും പുതിയ നിയമവും കൂടെ. ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ സഹോദരനെ കുത്തിക്കെട്ടാതെ ദൈവം വിടുവിക്കട്ടെ. ഇപ്പൊ അത്ര പറയാൻ ഒക്കുള്ളൂ. വേറൊരു വിഡ്ഢി പറഞ്ഞു ആ പഴയ നിയമമെല്ലാം കീറിക്കളഞ്ഞേക്കാൻ. അവനെയും ദൈവം കീറിക്കളയാതിരിക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, വേദപുസ്തകത്തിലെ ഏത് പുസ്തകവും ഏത് അധ്യായവും പ്രസംഗിക്കാം. കാരണം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്.
ഉലകിലൊരുക്കി ശുദ്ധി ചെയ്ത തിരുവചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കുന്ന തിരുവചനമാ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള തിരുവചനമാ. ഇത് പാറക തകർക്കുന്ന ചുറ്റിക പോലെയാ. ഇരമ്യാവ് പറയുക, യഹോവയുടെ വചനം പാമ തീ പോലെയും പാറക തകർക്കുന്ന ചുറ്റികയാ. മാത്രമല്ല യെശയ്യാവ് പറയുക, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. ഇന്ന് രാത്രി രോഗശാന്തിയുടെ വചനം അങ്ങോട്ട് വന്ന് നിന്നെ അവൻ സൗഖ്യമാക്കുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. നീ മനോവേദനയുടെ ദുഃഖത്തോടായിരിക്കും ഈ ഗ്രൗണ്ടിൽ, ഈ പന്തലിൽ ഇരിക്കുന്നത്. ഈ വചനം നീ ശ്രദ്ധിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഇത് കിടന്നു വന്ന് ക്രിയ ചെയ്യുമെന്ന്. നിന്റെ രോഗമുള്ള ഭാഗത്ത് അസ്ഥിക്കകത്തോ ധമനിക്കകത്തോ സിരയ്ക്കകത്തോ ഞരമ്പിനകത്തോ മജ്ജയ്ക്കകത്തോ രക്തത്തിനകത്തോ കുടുങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ ഉരുക്കി മാറ്റി നിനക്ക് സൗഖ്യം തരുവാൻ, വിടുവിക്കുവാൻ പര്യാപ്തമുള്ളത് ദൈവത്തിന്റെ വചനം. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അനുഭവിച്ച് സ്തോത്രം ചെയ്യുക. നിന്നെ സൗഖ്യമാക്കുന്ന തിരുവചനം, നിന്നെ രക്ഷിക്കുന്ന വചനം, നിന്നെ വിടുവിക്കുന്ന വചനം, അതിവേഗത്തിൽ ഓടുന്ന വചനം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്ക വരത്തിൽ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. ദൈവത്തിൻ്റെ വചനം ഇരുവാറ്റുള്ള വാളിനേക്കാൾ മൂർച്ച ചേരുന്നതും ആത്മാവിനെങ്കിൽ പ്രേരണനെങ്കിൽ സന്ധിമറ്റകളെ വേറെ വിടുവിക്കും വരെ തുളച്ചിയൽ എന്ന വചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. നിന്നെ ശുദ്ധീകരിക്കുന്ന വചനം. 107-ാം സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്, അവനവൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്ന വചനം. ഇത് കാലന് ദീപമാ, പാതയ്ക്ക് പ്രകാശമാ. അന്ധകാര നിബിഡമായ ലോകത്തിൽ നീ നടക്കുമ്പോൾ ഈ വചനം നിനക്ക് പ്രകാശപൂരിതമായി നിന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കും. നീ തെറ്റി വീടുവാൻ, തകർന്നു പോകുവാൻ അനുവദിക്കാതെ നിന്നെ കാക്കുന്ന, സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ തിരുവചനത്തിനാൽ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിൻമുഖകാന്തികൾ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിന്മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. നിന്മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. മഹിമയും പരമേ അപ്പോൾ ഇത് അണ്ണാക്കിന് മധുരമായി തിരുവചനം. അവിടെ മുമ്പോട്ട് പോകുക. അങ്ങനെയുള്ള തിരുവചനത്തിലെ ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സങ്കീർത്തന പുസ്തകത്തെ തന്നെ 5 പുസ്തകങ്ങളായിട്ടാണ് തരം തിരിച്ചു പഠിക്കുന്നത്. അതെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളും അധ്യായങ്ങളുമാണ്. വേർപെട്ട ദൈവമക്കളുടെ ഒട്ടുമിക്ക കൂട്ടായ്മ യോഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഉദാഹരണം, ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ സാധാരണ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവാണ്. വിശേഷിച്ച് 45-ാം സങ്കീർത്തനം. അത് ആ ശുശ്രൂഷയ്ക്കൊരു ഭൂഷണമാണ്. വിവാഹം കഴിച്ചവർക്കും അന്ന് കഴിക്കാൻ പോകുന്നവർക്കും ഇനി വിവാഹം കഴിക്കാനുള്ളവർക്കുമെല്ലാം അതൊരു അനുഗ്രഹമാണ്. ദൈവദാസന്മാരത് പ്രാർത്ഥിച്ച് വായിച്ച് പ്രാർത്ഥിക്കും. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ഇങ്ങനെയാണെന്ന് മിക്കവാറും ആഗ്രഹിക്കും. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, എന്തു പരിപൂർണയാമിവൾ, അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തത, എന്തു പരിപൂർണയാമിവൾ, അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തത. എൻ മനസ്സുയരുന്നാകോ നന്മയെ
വചനത്താൽ എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. അപ്പോൾ ആ വിവാഹ ശുശ്രൂഷയ്ക്ക് ആ സങ്കീർത്തന പാരായണം ഒരനുഗ്രഹമാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസന്മാർക്കറിയാം, നമ്മെ ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് നമ്മെ വിട്ട് കടന്നു പോവുക, ദുഃഖഭവനം. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ 90-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് സമയമുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 വാക്യങ്ങൾ പരിജ്ഞാനത്തോടെ പറയുന്നത് വളരെ അനുഗ്രഹമാണ്. അത് ആ സങ്കീർത്തനമല്ലേ വായിക്കാൻ പറ്റുള്ളൂ, നല്ലത് അല്ലേ? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന പുള്ളിക്കാരും ആദ്യം ഇതാ വായിക്കുന്നത്. അല്ല പിന്നെ അവൻ സങ്കീർത്തനം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ? അപ്പം അത് ആ ശുശ്രൂഷയ്ക്ക് അതൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഒരു പുതിയ ഭവനം നമുക്ക് ദൈവം തന്നു. മരണം വരെ, കർത്താവിൻ്റെ വരവ് വരെ ഭൂമിയിൽ പാർക്കാൻ യോഗ്യമായ ഒരു ഭവനം എല്ലാവർക്കും ആവശ്യമാണ്. ആ ഭവനം ദൈവം നമുക്ക് തരുമ്പോൾ അതിന് പാർക്കുന്നതിന് മുമ്പ് സഭയായിട്ട് വന്ന് ദൈവദാസന്മാർ സാധാരണ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചേച്ചാ ആ ഭവനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം, നിന്റെ കൈയുടെ അധ്വാനബലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. എങ്ങനെയാണ് ദൈവത്തിന് അറിയാം? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. അതൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ വീട് പണിതയാളനെ അതിനകത്തേക്ക് പ്രവേശിപ്പിച്ച് അവരവിടെ പാർക്കും. ദൈവം നമുക്ക് അവകാശമായി കുഞ്ഞുങ്ങളെ തരും. മക്കളെ യഹോവ തരുന്ന അവകാശമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നേരത്ത് ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. മക്കളെ യഹോവ തരുന്ന അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം, അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്നെ ആവനാടി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മളൊരു ദൂരയാത്രയോ വിദൂര യാത്രയോ വിദേശ യാത്രയോ പോകുമ്പോൾ സാധാരണ ദൈവമക്കൾ അവിടുത്തെ ശുശ്രൂഷകനെ അറിയിക്കും. പാസ്റ്ററെ, ഇന്ന ദിവസമാണ് ഞാൻ പോകുന്നത്, പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് വേണം വിടാൻ. ഇതൊക്കെ അതിൻ്റെ ഓർഡർ. അല്ലാതെ ആരോടും പറയാതെ ഉണ്ടയിട്ടേച്ച് അവിടെ ചെന്നേച്ച് വിളിക്കുകയല്ല. ഹലോ പാസ്റ്ററെ, ആരാ? ഞാനാ ഡാനി. എവിടാ? പൂവാറിലാന്നോ? ഇല്ലില്ല, ഞാൻ ഷാർജയില. അയ്യോ, ഇന്നലെ നമ്മൾ അവിടെ വെച്ച് കണ്ടതാണല്ലോ. രാത്രി ഒരു വിസ കിട്ടിയെന്ന്. നമ്മൾ ഇന്നലെ 5:30 വൈകിട്ട് 5:30 കണ്ട് 8:30 ഒരു വിസ. ചുമ്മാതാ, ഇവന് വിസ കിട്ടിയിട്ട് നേരത്തെ മിണ്ടായിരുന്നതാണ്, പറയുകയല്ല. എന്നാലേ സാധാരണ ദൈവമക്കൾ ആ ശുശ്രൂഷകനോടൊന്ന് അറിയിക്കണം. ഒക്കുന്നെങ്കിൽ സമയം ഉണ്ടെങ്കിൽ സഭയായിട്ടൊരു പ്രാർത്ഥന നടത്തുക എന്നേ കുറച്ചുകൂടെ എഫക്റ്റാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് വിടും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുക. അപ്പം ഞാനിതെല്ലാം സൂചിപ്പിച്ചത് സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. അത് സന്ദർഭോചിതമായിട്ട് വായിക്കണം. ചിലക്ക് സഭായുദ്ധത്തിന് ഇത് വായിക്കേണ്ടതൊന്നും, ഈ സങ്കീർത്തനം പലതുണ്ട്. മഷിക സങ്കീർത്തനമുണ്ട്, ഇടയ സങ്കീർത്തനമുണ്ട്, പ്രേമ സങ്കീർത്തനമുണ്ട്, ശാപസങ്കീർത്തനമുണ്ട്. ഇങ്ങനെ പല സങ്കീർത്തനങ്ങളുണ്ട്. പലരായി സങ്കീർത്തനങ്ങൾ എഴുതിയതാണ്. കൂടുതൽ സങ്കീർത്തനം ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. പിന്നീട് ആസാഫിൻ്റെ ചില സങ്കീർത്തനങ്ങളുണ്ട്. ലേവി ഗോത്രത്തിൽ കോരക കുലത്തിൽ ബേരയ്ക്കാവിൻ്റെ മകനാകുന്ന ആസാഫ് ചില സങ്കീർത്തനങ്ങൾ പാടി. പിന്നെ കോരക പുത്രന്മാർ, അവർ 3 പേരാ. കോരകിന് 3 പിള്ളേരാണ്. ഒന്ന് വായിച്ചു 6:24. കോരക പുത്രന്മാരെന്നേ ഉള്ളൂ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ. അത് 3 പേരാണെന്ന 6:24. പെട്ടെന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 6:24. സങ്കീർത്തനം അല്ലേ? പുറപ്പാട് 6:24. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാവ്. മതി. അപ്പൊ കോരഹിന്റെ പുത്രന്മാര് അസൂർ, എൽക്കാന, അബിയാസാവ്. ഇവർ 3 പേരോട് ചേർന്ന് ചില സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി.
പിന്നെ യെദുഥൂൻ എഴുതിയൊരു സങ്കീർത്തനമുണ്ട്, ശലോമോൻ്റെ സങ്കീർത്തനമുണ്ട്. ഇസ്രായേലിലെ പ്രഥമ മധ്യസ്ഥനാകുന്ന, ഇസ്രായേലിൻ്റെ മധ്യസ്ഥനാകുന്ന, പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന മോശ പ്രാർത്ഥിച്ച ശ്രേഷ്ഠമേറിയ പ്രാർത്ഥന 90-ാം സങ്കീർത്തനം. അത് ഇസ്രായേലിൻ്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തിൽ ഇസ്രായേൽ മക്കൾ ഭാരപ്പെട്ട് വിലപിച്ചപ്പോൾ അഹരോന്റെ അനുജനാകുന്ന മോശ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് അവരെ പിടിച്ചുയർത്തുവാൻ പ്രാർത്ഥിച്ച ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാ 90-ാം സങ്കീർത്തനം. അങ്ങനെ മോശയുടെ സങ്കീർത്തനം പ്രാർത്ഥനയാകുന്ന 90-ാം സങ്കീർത്തനം. പിന്നെ വേദ പഠിതാക്കൾ പറയുന്നത് 91 എഴുതിയത് ആരാണെന്ന് ഹെഡിങ്ങിലില്ല, യോശുവ എഴുതിയതാണെന്ന. മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച യോശുവ എഴുതി. അതിൽ ഒരു വാക്യത്തിൽ കൂടെ തെളിയിക്കുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഇവർ പറ്റി നിന്നവരാ, അതിൻ്റെ വിടുതൽ അനുഭവിച്ചു വരുമാ. അതിപ്പം നമ്മുടെ വിഷയം സങ്കീർത്തനം അല്ലല്ലോ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 1-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ ആരാണ് എഴുതിയെന്നില്ല, അത് എസ്രാ ശാസ്ത്രി എഴുതിയെന്ന് പറയുന്നു. എന്തായാലും കൊള്ളാം, തർക്കിക്കാനുള്ള നേരമല്ല. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 29-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഒന്നുകൂടെ വായിക്കാം ബഹുമാന്യ കർത്തൃദാസൻ. 29-ന്റെ 8. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ ഒട്ടുമിക്ക വാക്യങ്ങളും ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർക്കും ഈ സദസ്സിലിരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം മനഃപാഠമാണ്. വിശേഷിച്ച് ഇതുപോലുള്ള മഹായോഗങ്ങളിൽ നടത്തിപ്പുകാർ പറയും, മഹായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് 3 കർത്തദാസന്മാർ മുമ്പോട്ട് വന്നിപ്പോൾ പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുമ്പോൾ കർത്തദാസന്മാർ വന്ന് പരിജ്ഞാനത്തോടെ ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങളും കൂടെ ഉരുവിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കർത്താവേ, കാലാവസ്ഥ അനുകൂലമാക്കി മൈക്ക്, ലൈറ്റ്, സൗണ്ട് എല്ലാം സുഗമമായി പ്രവർത്തിക്കുന്നു. നിന്റെ ആത്മാവ് ഇടപെടണം, ദേശത്തോട് സംസാരിക്കണം, ദേശത്തോട് ഇടപെടണം, വടക്കിനോട് തരികാന്ന് തെക്കിനോട് തടുത്തു വെക്കണം അരുളി ചെയ്തു. ഇന്ന് രാത്രി നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരത്തിൻ്റെ തോലൊരുക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണമെന്നൊക്കെ ഉച്ചൈസ്തരം കൃപയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനത്തിലെ ഒട്ടുമിക്ക വാക്യവും നമുക്കെല്ലാം മനഃപ്പാഠമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് കുറുവാക്യമായിട്ടെടുത്തത്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം. ഇടയ്ക്ക് കയറി പറയാ, ദൈവം പല നിലകളിലാണ് നമ്മോട് സംസാരിക്കുന്നത്. വേറെ പുസ്തകത്തിൻ്റെ വെളിച്ചത്ത് പറയാം, വളരെ ശാന്തമായിട്ട് ദൈവം സംസാരിക്കും, വളരെ ശക്തമായിട്ടും ദൈവം ഇടപെടും. അവിടെ ഇനി എഴുന്നേറ്റ് പോകരുത് കേട്ടോ. മിണ്ടരുത്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ശക്തമായിട്ട് ദൈവം നമ്മോട് ഇടപെടും, വളരെ ശാന്തമായിട്ടും ദൈവം ഇടപെടും. നിങ്ങൾക്കറിയാം, ശക്തമായിട്ട് ദൈവം ഇടപെടും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ നാട് കടത്തപ്പെട്ടു. കർത്തൃദിവസത്തിന് ആത്മവിവശനായപ്പോൾ ഒരു ശബ്ദം, ആമേൻ സ്തോത്ര, ശബ്ദം കാണുവാൻ തിരിഞ്ഞെന്ന 9-ാം വാക്യം മുതൽ വായിച്ചോ കർത്തൃദാസനെ. 1-ാം അധ്യായത്തിന്റെ 9 മുതൽ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടങ്ങളിലും രാജ്യത്തിലും സകലത്തിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാന് ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അടുത്ത വാക്യം, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഞാൻ കൂടെ വരുന്ന എന്നാ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് കേട്ടോ, അല്ല പാസ്റ്ററെ കവർ ചെയ്ത് പോവുകയല്ല. പാസ്റ്റർ ചിന്തിക്കരുത്, വായിക്കാൻ പറഞ്ഞ അയാൾ അതിന്റെ മേളിൽ കയറി പറയുകയാണ്. നമുക്ക് സമയത്തിന്റെ ഇതുകൊണ്ടാണ്. വായിച്ചോ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എന്ന് 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളനാദത്തിന്റെ ശബ്ദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദമെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകൾ നിലവിളക്കട നടിയിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. അടുത്തത്, അവന്റെ തലയും തലമുടിയെല്ലാം ഡൈ ചെയ്തെന്നല്ല, പിന്നെയോ വെളുത്ത പഞ്ഞു പോലെ. അത് അവിടെ നിർത്ത, ഒന്ന് പറയേണ്ടതാ, അതല്ല. വേണ്ട, വായിച്ചോ, ഇനിയിപ്പോ ഒരു അലോഗ്യം ഉണ്ടാക്കുന്നില്ല. അവന്റെ തലയും തലമുടിയുമല്ല വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും. പിന്നെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. പിന്നെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. വളരെ ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടും.
സ്തോത്രം. ഇത് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു പത്മോസ് ദ്വീപിൽ യോഹന്നാൻ നാടുകടത്തപ്പെട്ടു. യോഹന്നാനെ പറ്റി പറയുന്നത് തിളച്ച എണ്ണയ്ക്കകത്തിട്ടെന്നാ. വേറെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ ചരിത്രം. തിളച്ച എണ്ണയ്ക്കകത്ത് ഇട്ടെന്നാ. സുവിശേഷ നിമിത്തം ആന്നേ, അല്ലാതെ കടയിൽ കയറി മോട്ടിച്ചാനൊന്നും അല്ല. തിളച്ച എണ്ണയ്ക്കകത്ത്. അപ്പൊ എണ്ണ വെട്ടിത്തിളക്കുക, ഉപദേശിയെ പിടിച്ച് എണ്ണയ്ക്കകത്താണ് ഇടുന്നത്. എൻ്റെ ചിന്ത ഞാൻ പറയാം, ആ എണ്ണയ്ക്കകത്ത് വീണിട്ട് ഒരു കുഴപ്പവുമില്ല, എല്ലാം നന്മയ്ക്കാ. എൻ്റെ ഭാവന പറയാം, യോഹന്നാനും അപ്പോസ്തലന്മാരും ഒക്കെ ഒത്തിരി നാൾ ചിന്തിച്ച് ഈ യാത്രയും ക്ഷീണവും ഉറക്കമുള്ളപ്പം ഈ പൊത്തപ്പാടുമല്ലേ, പുള്ളി ഒത്തിരി നാൾ കൊണ്ട് ചിന്തിക്കുക, ദൈവമേ കാച്ചെണ്ണ തേച്ചൊന്ന് കുളിച്ചാൽ കൊള്ളായിരുന്നെന്ന്. അതെന്നാ എണ്ണ മേടിക്കാൻ പോലും ഇതുങ്ങളുടെ കാശ്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാ. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം അല്ലേ? 4:10 കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 4:10 പോകരുത്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നെന്നൊക്കെയാ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാര്, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. അടുത്ത വാക്യം. ഈ നാഴിക വരെ എന്ന് പറഞ്ഞാൽ എഴുതിയ പൗലോസ് ആ എഴുതുന്ന സമയം വരെ ഈ നാഴിക വരെ ഞങ്ങളെന്നല്ലേ? അതെ, ഞങ്ങൾ ബഹുവചനമാ. പൗലോസ് മാത്രമല്ല, അപ്പോസ്തലന്മാരെല്ലാം. അതാ ഞങ്ങൾ. ഈ നാഴിക വരെ ഞങ്ങൾ അപ്പോസ്തലന്മാരാകുന്ന ഞങ്ങളെല്ലാവരും ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും. സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ലെന്ന്. അന്നേരം പറയാം അന്ത്യോക്യ സിംഹാസനം ഉണ്ടായിരുന്നു, ബിഡ്ഡി. സ്ഥിരവാസം കൂടാതെ. അപ്പൊ പറയാം അന്ത്യോക്യ സിംഹാസനം, കൊരണ്ടി പോലും ഇല്ലായിരുന്നു. പിന്നെ അപ്പൊ ഒരുത്തരും പറഞ്ഞു അന്ത്യോക്യല്ല, വത്തിക്കാനില്ലാന്ന്. വത്തിക്കാനിലും സിംഹാസനമില്ലായിരുന്നു അപ്പോസ്തലന്മാർക്ക്, അന്ത്യോക്യയിലുമില്ലായിരുന്നു. പുസ്തകത്തിൽ വായിക്കുന്നത് ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ. നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വരാനേറെയാളുമില്ല. നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവ, മോടിയുള്ള വസ്ത്രം ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക് പോകാം ഇനി, നമുക്ക് പോകാം ഇനി കുഞ്ഞാട്ടി പിന്നാലെ. പിന്നാലെ പോകാമിനി. അപ്പോൾ മോടിയുള്ള വസ്ത്രം ചുറ്റുവാൻ ഏനമില്ല, പക്ഷെ ആനന്ദത്തിനൊരു കുറവുമില്ല. അപ്പൊ ഈ നാഴിക വരെ ഇങ്ങനെയൊക്കെ ആയി വരും. അപ്പൊ അതുകൊണ്ട് കാച്ചെണ്ണ മേടിക്കാനൊന്നും കാശുമൊന്നും ഇല്ല. അപ്പം യോഹന്നാനൊക്കെ ഒത്തിരി നാളെ കൊണ്ട് ചിന്തിക്കുക, ഇച്ചിരി കാച്ചെണ്ണ തേച്ച്, പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാകും. ഇച്ചിരി കാച്ചെണ്ണ കിട്ടിയാൽ കൊള്ളാം, കുഴമ്പ് കിട്ടിയ. പണ്ട് പ്രായമുള്ള, ഇപ്പം പ്രായമുള്ളവർക്ക് എനിക്ക് മറീന ബീച്ചിലൊന്ന് പോയാൽ കൊള്ളാം, എഴുന്നേറ്റ് നടക്കാൻ മേല, പരുവക്കാടില്ല, എന്നാലും ഒത്തിരി ചാടി ഞാൻ ഒത്തിരി നാളെ കൊണ്ട് ആഗ്രഹിക്കുക അവിടെ ഒന്ന്. മനസ്സിലാകുന്നുണ്ടല്ലോ, അത് മതി. എടാ നീ നിത്യതയെ പോകാൻ നോക്കേ, അങ്ങ് ചെല്ലുന്ന കാര്യം വല്ലോ നോക്കേ. അപ്പോൾ ഈ പ്രായമുള്ളവർക്ക് അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. കാച്ചെണ്ണ കിട്ടിയാൽ ഇച്ചിരി കുഴമ്പ് കിട്ടിയാൽ, ഇച്ചിരി ബലാ കുളിച്ചാതി എണ്ണ കിട്ടിയാൽ അസനമനിഷ്ഠാതി എണ്ണ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാ. അപ്പം യോഹന്നാനുമൊക്കെ ചിന്തിച്ച് കാണും, ഇച്ചിരി കാച്ചെണ്ണ കിട്ടിയാൽ മേടിക്കാൻ കാശില്ല, പക്ഷേ ചില ആഗ്രഹമൊക്കെ ദൈവം നിറവേറ്റും. രീതി വേറെയാന്നേ ഉള്ളൂ. സ്തോത്രം. അല്പ കാച്ചെണ്ണയാ പുള്ളി ചിന്തിച്ചത്. കിട്ടിയപ്പോൾ ഒരു വലിയ വാർപ്പിനകത്ത് മുഴുവൻ എണ്ണ കാച്ചിയിട്ടിരിക്കുക. പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ചോദിക്കുന്നതിലും ആഴ്ക്കോട്ടെ. തിളച്ച എണ്ണയ്ക്കകത്ത് എടുത്തിട്ടു. ഇട്ടവനെല്ലാം നോക്കി നിന്നത് തീർന്നു. മത്തി വറക്കുന്നത് പോലെ
തിളച്ച എണ്ണ കണ്ടപ്പോൾ യോഹന്നാന് യാതൊരു കൂസലുമില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ഞാൻ അങ്ങ് പറയാം, നിങ്ങൾക്ക് പറയാം, ഒന്നുകൂടെ ഓർപ്പിക്കുക. കാരണം ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ 7 മടങ്ങ് വർദ്ധിച്ചപ്പോൾ അതിനകത്ത് ഒരുവൻ ഇറങ്ങി വന്നവനാ. അവൻ തീയുടെ ബലം കെടുത്തി ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നത്. അവൻ 3 ബാലകന്മാരെ, ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെയും എരിയുന്ന തീച്ചുള്ളക്കകത്ത് പിടിച്ചിട്ട് രാജാവും പരിവാരങ്ങളുമെല്ലാം നോക്കി നിൽക്കുക. കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്ന കാണുമ്പോൾ നോക്കി നിന്നപ്പോൾ രാജാവിൻ്റെ അകവാള് വെട്ടിപ്പറഞ്ഞടാ, 3 എണ്ണത്തിനെയല്ലേടാ നമ്മളിട്ടത്. അതെ, ആണ്ട 4 എണ്ണം നടക്കുന്നല്ലോ. 4-ാമത്തവന്റെ രൂപം ദൈവദൂതനെ പോലെ ഒത്തിരിക്കുന്നു. നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ശുശ്രൂഷ ചെയ്യുന്ന നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ദൈവമൈതലേ, നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എരിയുന്ന തീച്ചൂളക്കകത്ത് ഇറങ്ങുമ്പോൾ മേറി നിന്ന് കണ്ണടയ്ക്കുന്ന ദൈവമല്ല, നിന്റെ സമീപേ വന്ന് തീയുടെ ബലത്തെ കെടുത്തി അതിന്റെ മണം പോലും ഏച്ചാതെ, മണം പോലും അടിക്കാതെ അവൻ നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള നസ്രായൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. അട്ടമന്ന ദുരബലപ്പെട്ടവല്ല വിശ്വസിക്കുന്നവര് സ്തോത്രം പറ. 4-ാമൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. നടകൊള്ളുന്നവൻ വന്നിട്ടുണ്ട്. മാറത്ത് പങ്കച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച് വെള്ളോടിന് സദൃശമുള്ള പ്രാണമുള്ളവനായി, 7 നക്ഷത്രം അല്ലെങ്കിൽ പിടിച്ചവനായി ഇന്ന് രാത്രി നസ്രായൻ നടകൊണ്ടോണ്ടിരിക്കുക. ഒരറ്റം മുതൽ പുറകെ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്നേഹിതാ, നിന്റെ സമീപ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. തീ ചൂളക്കകത്ത് നിന്റെ കൂടെ ഇറങ്ങി വരുമെന്ന്. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. എരിയും തീച്ചുള എതിരായതിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ, എരിയും തീച്ചുള എതിരായതിഞ്ഞാൽ ശദ്രക്കിനെ പോൽ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി ബന്ധിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ കഷ്ടതയാനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലൻ നടത്തിടും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. 4-ാമത് നടകൊള്ളുന്ന ഒരുവൻ ഇന്ന് രാത്രിയും ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെയുള്ള യോഹന്നാൻ കർത്ത ദിവസത്തിൽ അവൻ പത്മോസിൽ തന്നെ നാടുകടത്തിയെങ്കിലും പുള്ളിക്ക് പേടിയില്ല. കർത്ത ദിവസമായപ്പോൾ അവൻ കർത്താവിൻ്റെ ആത്മാവിനാൽ താൻ ബലപ്പെട്ട് ആത്മവിവശനായി. അവശനായെന്നല്ല, തെറ്റിദ്ധരിക്കരുത്. ഇത് പൊത്തോന്ന് വീണേച്ച് അവശതപ്പെട്ട് അവിടെ കിടക്കുക, ഇട്ട പുള്ളി വണ്ടിയെ കയറിപ്പോയി. എന്നാലും പറഞ്ഞു ഇപ്പം വിളിക്കണ്ടെന്ന്. ഇവിടെ 90 കിലോ ഉള്ള വള്ളമെല്ലാം കൂടെ വീണ ഹേമം വല്ലതും ഉണ്ടാകാതിരിക്കും. ചെല്ലു പിന്നെ അങ്ങ് പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ അവർ വീഴാനായിട്ടാണ് വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണ്ട, അങ്ങോട്ട് വരുമ്പോഴേ അവർ. പിന്നെ ചിലടത്ത് ശിങ്കിടികളുണ്ട് താങ്ങി. ആട്ടെ, നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുകയൊന്നും ചെയ്യരുത്. ഞാനിതൊന്നും കണ്ട അളകുന്ന ആളുമല്ല. ഇത് അവശതയല്ല, വിവശതയാ. എൻ്റെ വിഷയമല്ല, ഭാഗത്തേക്ക് പോകുന്നില്ല. കർത്താവിൻ്റെ ആത്മാവിൻ്റെ വിവശത ഉണ്ടാകും. വിവശത ഉണ്ടാകുമ്പോൾ ഇന്നത്തെ വിവശത പോലല്ല. ഞാൻ ചോദിക്കട്ടെ, ആത്മവിവശത ഉണ്ടായാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിവശതയാ വരുന്നെങ്കിൽ അന്നേരം പിണങ്ങിയിരിക്കുന്നവനോട് രമ്യതപ്പെടണം. അങ്ങനെയാണെങ്കിൽ ശരിയായ ആത്മാവാ. ഇത് വിവശത ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ വൈരാഗ്യമാ.
അത് വിവശത, അത് ദൈവത്തിൻ്റെ ആത്മാവല്ല. പണ്ട് AJ ചൗമേൽ സാർ പറഞ്ഞു പപ്പുള്ളയുടെ ആത്മാവാന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാ. ഇത് ജ്ഞാനത്തിൻ്റെ, സുബോധത്തിൻ്റെ, ബലത്തിൻ്റെ, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ഇത് യോജിപ്പിക്കുന്ന ആത്മാവാ. ചിത്തിരിപ്പുണ്ടാക്കുന്ന ആത്മാവല്ല, ഇത് ഐക്യത്തിൻ്റെ ആത്മാവാ. അങ്ങനെയാണല്ലോ കർത്താവിൻ്റെ ശുശ്രൂഷ. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ശത്രുക്കളും പാപികളും ദോഷികളുമാകുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തോട് നിരപ്പിച്ചു. നമ്മുടെ ശുശ്രൂഷ നിരപ്പിൻ്റെ ശുശ്രൂഷയാ. എനിക്ക് ഓരോ വാക്കിനും ഓരോ പാട്ട് വരുന്നുണ്ട്, പിന്നെ ഞാൻ അങ്ങ് അടങ്ങുക. സ്തോത്രം. ഒരു കാര്യം പറയട്ടെ, ഇത് നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. കർത്തൃദിവസത്തിലെ ആത്മവിവശനായി അപ്പോൾ താൻ കാണുന്ന കാഴ്ച തേജസ്കരിപ്പിക്കപ്പെട്ട ക്രിസ്തു. അംഗപ്രത്യംഗ വർണ്ണന, തലമുടി മുതൽ നഖം വരെ, അങ്ങനെ അങ്ങ് ചിന്തിച്ചു. ആ അംഗപ്രത്യംഗ വർണ്ണന പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാ, അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. ഇന്ന് രാത്രി ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടും. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, വലിയ പെരുവെള്ളത്തിൻ്റെ മുഴക്കം പോലെ ഇന്ന് പെരുവെള്ളത്തിൻ്റെ മീതെ യഹോവ അവൻ സ്തോത്രം മുഴങ്ങിയെന്ന അങ്ങനത്തെ ശബ്ദമുണ്ട്. അപ്പോൾ തന്നെ ശാന്തമായിട്ടും ദൈവം ഇടപെടും. ഏലിയാവ് ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ സാവധാനത്തിൽ മൃദുസ്വരം 19-11 വായിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-11 ആ താളിങ്ങോട്ട് മറിക്കുമ്പോൾ മുകളില് ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. തീക്കകത്തൊന്നും ഇല്ലേ? തീയുടെ അല്ല, അവിടെ നിക്കേ. തീക്കകത്ത് ചുമ്മാ ഫയർ എന്തോ തീയിലില്ലായിരുന്നെന്ന്. ഇവിടെ നിങ്ങൾ എന്നെ നോക്കാതെ പുസ്തകം വായിക്കേ. ഒന്നുകൂടെ വായിച്ച എല്ലാരും കേക്കട്ടെ, ചൊവ്വനെ കേക്കട്ടെ. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ, ആ തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. തീക്കകത്തൊന്നും ഇല്ലെന്ന്. നീയുമ്മ തീയാന്നും പറഞ്ഞ് ദൈവദാസൻ ചിരിക്കുന്നു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഷോൺ ഇപ്പൊ ചിന്തിക്കേടെ, ഇയാളെ വിളിച്ചത് ഇപ്പൊ എനിക്കൂടെ. ഞാൻ എഴുതിക്കൊണ്ട് വന്നൊന്നുമല്ല, ഞാൻ പുസ്തകത്തിലെ വാക്യം അത് ഞാനും വായിച്ചില്ല, നിങ്ങളെ കൊണ്ടാണ് വായിപ്പിച്ചത്. നിങ്ങളെല്ലാവരുടെ പിന്നെ കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്തെന്ന് എഴുതിയതുപോലെ. ഒന്നുകൂടെ വായിച്ചു, ഒന്നുകൂടെ കേക്കട്ടെ. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. പിന്നെ ഭൂകമ്പത്തിന് ശേഷം ഒരു തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. തീക്കകത്തും യഹോവ ഇല്ലായിരുന്നു. പിന്നെ അടുത്തത് തീയുടെ ശേഷം, തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടു. കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ദൈവത്തിന് മഹത്വം. അവിടെ വായിക്കുന്നത് സാവധാനത്തിൽ ഒരു മൃദുസ്വരം. സാവധാനത്തിൽ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മന്ദസ്വരം. 26-14 വായിച്ചേ. ഇയ്യോബ് 26-14 ആ താഴെയുണ്ട്. 26-14. വായിച്ചോ, അത് തന്നെ. എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങൾ എത്രേ, അവനെ കുറിച്ച് ഒരു മന്ദസ്വരം കണ്ടോ. അപ്പൊ ഇവിടെ മന്ദസ്വരം, മൃദുസ്വരം, സാവധാനത്തിൽ സ്വരം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ശക്തമായിട്ടും ദൈവം നിന്നോട് ഇടപെടും, ശാന്തമായിട്ടും ദൈവം ഇടപെടും. നമ്മുടെ പെന്തിക്കോസ് വന്നിരിക്കുന്ന കുഴപ്പങ്ങളിൽ ഒരു കുഴപ്പം, ചില ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എഴുന്നേറ്റ് നിന്ന് എന്നെ പോലല്ല, ഇങ്ങനൊന്നും നടക്കത്തൊന്നുമില്ല. അവിടെ ശാന്തമായിട്ട് നിന്ന് നന്നായിട്ട് ദൈവവചനം പറയും. ഞാൻ കേട്ടിട്ടുണ്ട്. അടുക്കടുക്കട് എന്നെ പോലെ ഇങ്ങനെ വെപ്രാളവും പരിവേഷവും ഒന്നും എടുത്തല്ല. ഇങ്ങനെ ഇവിടെ നിന്ന് ശാന്തമായിട്ട് മൈക്കിൻ്റെ സ്റ്റാൻഡുമൊക്കെ വെച്ച് നന്നായിട്ട് വചനം പറയും. അലർച്ചയും കൂവിച്ചയും വെപ്രാളവും പരിവേഷവും ഒന്നുമില്ല. നന്നായിട്ട് വചനം പറയും. അത് അടുക്കടുക്കായിട്ട് പറയും, മനസ്സിലാകുന്ന ഭാഷ. പക്ഷേ ഗതികേട് കൊണ്ട് പറയാം, നമ്മുടെ ആൾക്കാർ ഇതെല്ലാം കേട്ടച്ച് തിരിച്ചു പോകാൻ പറയും, കൃപയുള്ള ആളല്ല കേട്ടോ. പിന്നെ വേറൊരു സഹോദരി പറയും,
അഭിഷേകം പ്രാപിച്ചല്ലെന്നാ ഒന്ന് വേറെ ആൾ പറ. ദൈവകൃപ പോയവരെയൊക്കെയാ ഇവര്. ഒന്ന് വേറെ സാർ ഒന്ന് ബലപ്പെടാനൊത്തില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല, പക്ഷെ നന്നായിട്ട് ഒരു വചനം പറയും. ഈ ഇരിക്കുന്ന കർത്തൃദാസന്മാർ പലരും അങ്ങനെ. പക്ഷെ നമ്മുടെ ആൾക്കാർ പറഞ്ഞ് ഇളക്കുന്ന ആളെ വിളിക്കണം. ഇളക്കാൻ ആളിനെ കേറ്ററിംഗുകാർക്ക് ആവശ്യം. അവിടെ ഒത്തിരി സാധനം ഇളക്കാൻ അടി പിടിക്കാതിരിക്കാൻ ഇളക്കണം. ബീഫ് അടി പിടിക്കരുത്, അവിയൽ അടി പിടിക്കരുത്. പിന്നെ ഈ ദേശത്തെ കൂട്ടാൻ്റെ കാര്യം പറ. പായസം അടി, അതിനൊക്കെ നന്നായിട്ട് ഇളക്കാൻ ആളുമുണ്ട്. ഒരു 5-6 പേര് ചെല്ലുന്ന നല്ലതാണ്. അതാ പറഞ്ഞ നമുക്ക് ഇളക്കുകാരെ. ദൈവദാസന്മാർ വളരെ ശാന്തമായിട്ട് നിന്ന് ദൈവവചനം നന്നായിട്ട് അടുക്കടുക്കായിട്ട് പറയും. നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അത് നമ്മൾ വേറെ ചിലരെ വിളിച്ചേ വചനത്തിൽ നിന്നൊന്നും കാണുകയല്ല, ചുമ്മാ നിന്നങ്ങ് അലറുകയും കൂവുകയും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരുടെ ഒരു ശൈലിയാ, ഒന്നും പറയത്തില്ല. അങ്ങനെ മറ്റു ഊറി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഈ നമ്മുടെ സഹോദരിമാരെ ബഹുമാനിക്കും. നിങ്ങൾ പാവത്തങ്ങൾ ഇതുങ്ങൾ ഉടനെ ഇത് കണ്ടുകൊണ്ട് ഓ ജീസസ് ആണ്. പെണ്ണുങ്ങൾ ഓർത്തത് അയാളുടെ ശ്വാസം വിലങ്ങിയതാണെന്നോ മിണ്ടാൻ മേലാറായി പോയതാണെന്നോ എന്നതാണെന്ന് അറിയാം. ഇതുങ്ങളെ ഓ അപ്പം അടുത്ത സഹോദരി ഇളകി, പിന്നെ ഇതങ്ങ് ഇളകിക്കോളും. അവൻ മിടുക്കനും, അവൻ ചുമ്മാ നോക്കി നിന്നതേ ഉള്ളു. അല്ല, അങ്ങനെയൊക്കെയാ ഇതിനകത്തെ. ഒരു കാര്യം പറയാം, നിന്നോട് ശക്തമായിട്ടും ദൈവം ഇടപെടും, ശാന്തമായിട്ടും ദൈവം നിന്നോട് ഇടപെടും. എങ്ങനെ ഇടപെട്ടാൽ ഏറ്റെടുത്ത് അനുസരിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. വലിയ ദൈവദൂതന്റെ ശബ്ദവും ദൈവകാകലവും തന്റെ വിളികൊണ്ടിട്ട കലർന്നു മുഴങ്ങമേ. വനലോകത്തിൽ നിന്ന് ജ്വലിക്കും അഗ്നിമേഘത്തിൽ വെളിപ്പാട് കലങ്ങും ദുഷ്ടർ മക്കൾ ആനന്ദിക്കും. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സുദേവനെ ഹല്ലേലൂയ പാടി. വളരെ വെള്ളത്തിനിരച്ചിൽ കൊത്തതും ശവക്കല്ലറയിൽ നിന്നും വെളിയ മരിച്ചോ ഉയർത്തു വരുവാനാൽ തക്കവല്ലഭമുള്ള എളിയ ജനം ചെവിക്കൊള്ളുവതുമായി വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ഹല്ലേലൂയ പാടി. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. എന്നെ കേൾക്കുന്ന പ്രകാരെ ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. എങ്ങനെ ഇടപെട്ടാൽ ഏറ്റെടുത്ത് അനുസരിക്കുന്നെങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാ. അനുസരിക്കുന്നത് സ്തോത്രം വളരെ അനുഗ്രഹമാ. ആട്ടെ, ഓടിച്ച് മുമ്പോട്ട് പോക. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. ഈ കാദേശ് മരുഭൂമിയെ നടക്കി. ഈ കാദേശ് എന്ന വാക്കിന്റെ ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധം എന്ന് എണ്ണിയ സ്ഥലം, അതാണ് കാദേശ്. എന്നാൽ ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ട്, പഴയ പേര്. ആ പേര് ഏൽ മിഷ്പാത്ത് എന്ന. ഏൽ മിഷ്പാത്ത് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. കാദേശിന്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി 14:6. ഏമിരെയും സയീർ മലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തി വന്നെന്ന ദൈവദാസൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിച്ചു. പിന്നെ അവൻ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്ന. കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ ഒരർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്നാണ്. അതെന്താ പറയാം, പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, കെദർലായമോർ, തീതാൽ
ആദിയായ ബാബിലോണിന് ചായ്വുള്ള 4 പേര്, ബേര, ബൃഷ, ഷിനാവ്, സോവർ. ആദിയായ സോദോമി ചായ്വുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേര് ഓടി. നിങ്ങൾ ഏതാണ്ട് പറഞ്ഞല്ലോ, എന്തുവാ തെറ്റിയെന്നാണോ? പിന്നെ ഉള്ള കാര്യമല്ലയോ ഞാൻ പറയുന്നേ, അഥവാ തെറ്റുകാരനെ പറഞ്ഞു തരണേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. ഈ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുടിക്കകത്ത് പോയി. പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു, പിന്നെ സോദോമിനെ അപഹരിച്ചു, പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അന്ന് അബ്രഹാം മമ്രയുടെ തോപ്പില. അബ്രഹാമിന് മനോഭാരമുണ്ടായി. മമ്ര, ആനേർ, എഷ്കോൽ 3 പേര്. മമ്ര, ആനേർ, എഷ്കോൽ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസി. അങ്ങനെ 318 321 അബ്രഹാമിനെ കൂടെ കൂട്ടി 322 പേര് അന്ന് രാത്രി യുദ്ധത്തിന് പുറപ്പെട്ടു. സോദോമിനെ കൊള്ളകിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അബ്രഹാം അമ്പെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ളവരെ നിഗ്രഹിച്ചു. ഇവരെ നിഗ്രഹിച്ച് കൊന്നൊടുക്കിയ ആ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. അപ്പോൾ ഏൽ മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ ന്യായവതിയുടെ സ്ഥലം. ആ ന്യായവതിയുടെ സ്ഥലത്തെയാണ് പിന്നത്തേതിൽ കാദേശാക്കി മാറ്റിയത്. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. കാദേശ് എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് വിശുദ്ധം. ഏൽ മിഷ്പാത്ത് ന്യായവതിയുടെ സ്ഥലം. ന്യായവതിയുടെ സ്ഥലത്ത് പിന്നത്തേതിൽ ശുദ്ധീകരിച്ചു. എന്താ ഇതിനകത്ത് നമുക്കുള്ള പാഠം? ഒരു കാലത്ത് ഞാനും നിങ്ങൾ ന്യായവതിക്ക് അർഹരായി പോയവരാ. ആർക്കും വേണ്ടാതെ എല്ലാവരാലും ഒരുക്കപ്പെട്ട് തള്ളപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ, പിശാചിന്റെ പിടിയിൽ, പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു എനിക്കും നിങ്ങൾക്കും. ആമേൻ. സങ്കീർത്തനകാരൻ്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ പാപത്തിന്റെ ദാസന്മാരായി, പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ടായിരുന്നു. അത് ആ കാലത്തിന് പല പേരുകളാ വേറെ പുസ്തകം കൊടുത്തിരിക്കുന്നത്. അജ്ഞാനകാലം, മണ്ടത്തക്കാലം, പൂർവ്വകാലം, മുൻകാലം, പഴയകാലം, അറിയായ്മയുടെ കാലം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാ വേറെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അറിയാതിരുന്ന കാലം. നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ ഇരിപ്പ് കണ്ടാ എല്ലാം അറിയാമെന്നും പറഞ്ഞാ പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ട സർവജ്ഞപീഠം കയറിയതുപോലെ എൻ്റെ ഇരിപ്പ് ഒരു കുന്തോ അറിയത്തില്ല. ഇരിപ്പൊക്കെ കണ്ടാൽ ചിലരുടെ ഇരിപ്പ് കണ്ട 66 പുസ്തകം അറിയാം, വേറൊരു 66 പുള്ളിക്ക് അറിയാം. 66 പുസ്തകക്രമം തെറ്റാതെ പറയാൻ പറഞ്ഞാൽ പുള്ളി നഖവും വരുമ്പോൾ ഉണ്ടയിടും. കാല് വേദനയ്ക്ക് ഇരുന്നോണ്ട് പറയാം. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, എനിക്ക് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അത് അറിയായ്മയുടെ കാലമാണ്. നേരത്തെ കാലം എങ്ങനെയായിരുന്നു? നേരത്തെ കാലം 2 വാക്യം വായിച്ചോ. ഗലാത്യലേഖനം 4:8 മുതൽ വായിച്ചേ. എഫേസ്യ ലേഖനം 2:2, എഫേസ്യർ 2:18, പത്രോസിന്റെ 1-ാം ലേഖനം 4:3 മുതൽ താഴോട്ട്, തീത്തോസിന്റെ ലേഖനം 3:3 എല്ലാം വായിക്കണ്ട. ഗലാത്യർ 4:8 വായിച്ചേ. നേരെ ഇല്ലല്ലോ. ആ ഇടത്ത് വശത്ത് മേളിലെ എന്നാൽ അന്ന് നിങ്ങൾ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക. നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെടുന്ന തമിഴിലൊന്ന് വായിച്ചു. நீங்கள் தேவனை அறியாமல் இருந்த போது சுபாவத்தின்படி தேவர்கள் அல்லாதவர்கள் கடுமையாக இருந்தீர்கள். இப்பொழுதோ நீங்கள் தேவனை அறிந்திருக்க அல்லது தேவனாலே அறியப்பட்டிருக்க பலனற்றதும் வெறுமையுமான வழிபாடுகளுக்கு நீங்கள் மறுபடியும் திரும்பி மறுபடியும் அவைகளுக்கு அடிமைப்படும்படி விரும்புகிறதப்படி நாட்களை, மாதங்களை, காலங்களையும் வருஷங்களை பார்க்கிறீர்களே. எனக்கு കിടക്കുന്നേ. എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, ഈ കൃപയിൽ വരുന്നതിന് മുമ്പ്, അത് അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാ ദൈവത്തെ അറിയാതെ. അതിനാ ദൈവത്തെ അയ്യോ നമുക്ക് സത്യദൈവം ഏതാന്ന് അറിയത്തില്ല. ദൈവത്തെ അറിയാത്തതോട് കാണുന്നതിനെയല്ല നമ്മൾ ദൈവമാണെന്ന് പറഞ്ഞ് തള്ളേക്കണ്ണം പറഞ്ഞു അമ്മ ഞങ്ങളുടെ ദൈവമാണ്. അച്ഛൻ
അച്ചായനെ കണ്ട പറഞ്ഞു, അന്ന് അച്ചായനാ ഞങ്ങളുടെ ദൈവം. സത്യദൈവം ഏതാന്ന് അറിയത്തില്ല. അതുകൊണ്ട് കണ്ടതിനെ എല്ലാം നമ്മൾ ദൈവമായിട്ട് ചിന്തിച്ചു. ദൈവം ഒരുവനേ ഉള്ളൂ, ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്തോത്രം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. തീത്തോസ് 2-ാം-അധ്യായത്തിന്റെ 11 മുതൽ പൗലോസ് പറയുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകരം ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികളുടെ പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവിടുത്തെ ഫലം കണ്ടോ, മഹാദൈവം. യേശുക്രിസ്തു മഹാദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു മാത്രം ദൈവം. പ്രൈസ് ദി ലോർഡ്. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ. ഒന്ന് പാടി സഹായിക്കുക. ഏക സത്യ ദൈവമൊന്ന്, ഏക രക്ഷിതാവുമൊന്ന്, ഏക സത്യ ദൈവമൊന്ന്, ഏക രക്ഷിതാവുമൊന്ന്, ഏക സത്യവേദമൊന്ന്, ഏക രക്ഷാമാർഗമൊന്ന്, ഏക സത്യവേദമൊന്ന്, ഏക രക്ഷാമാർഗമൊന്ന്, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ. സ്പർശിപ്പാൻ സാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി, സ്പർശിപ്പാൻ സാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി, സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ, സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ. അപ്പൊ പൗലോസ് പറയുക, മഹാദൈവവും നമ്മുടെ രക്ഷിതമാകുന്ന യേശുക്രിസ്തു. അപ്പൊ ഈ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. ദൈവത്തെ അറിയാഞ്ഞത് കൊണ്ട് നമുക്ക് എന്തെല്ലാം അബദ്ധം പറ്റി, എവിടെല്ലാം നമ്മൾ പോയി, എന്തെല്ലാം ചെയ്തിട്ട് വല്ല ഗുണവും വന്നോ? ഓ, യെരമ്യാ പറയാ, ഒരു ഗുണവും വന്നില്ലെന്ന്. ഒരു ഗുണം വന്നില്ലെന്നുള്ളതല്ല, അടുത്ത വാക്യത്തിൽ കൊടുക്കുക, സകല മുഖവും വിളറിയിരിക്കുന്നെന്ന്. എനിക്ക് നിങ്ങൾ ചിലരെ കാണുമ്പോൾ ഡൗട്ട് അടിക്കുന്നു. സകല മുഖവും ഒരു ഗുണവും വന്നില്ല. നിനക്ക് വല്ല ഗുണവും വരുന്നെങ്കിൽ ദൈവം തമ്പുരാൻ ചെയ്യണം. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമാകുന്ന ക്രിസ്തുവിന്റെ അടുക്കവാ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. അപ്പൊ ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. അവിടുന്ന് നമ്മളെ രക്ഷിച്ചു. എല്ലാ ഭാഗവും വിവരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അയ്യോ സമയം പോകുന്നു, അതുകൊണ്ട് വിവരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. അപ്പോൾ ന്യായവിധിക്ക് അർഹരായി പോയ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് തെരഞ്ഞെടുത്ത് ദൈവമക്കളാക്കി. കാൺമീൻ നാം ദൈവമക്കൾ. ഇത്ര വലിയ സ്നേഹം. നമുക്ക് വിശേഷതകൾ ഒത്തിരിയുണ്ട്. നമുക്ക് നമ്മളെ സംബോധന ചെയ്യുന്നത് പല പദങ്ങളാണ്. 1 വിശുദ്ധന്മാർ, 2 ദൈവമക്കൾ, 3 സഹോദരന്മാർ, 4 പരദേശികൾ, 5 പ്രവാസികൾ. ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ് നമ്മളെ സംബന്ധിച്ച്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സംബോധന ചെയ്യുന്നത്.
അപ്പൊ ഈ പദവി ദൈവം നമുക്ക് തന്നു. ഒരു കാലത്ത് ന്യായവിധിക്ക് ശിക്ഷാവിധിക്ക് അർഹരായി പോയ എന്നെ നിങ്ങളെ വീണ്ടെടുത്ത് ദൈവ പൈതലാക്കി. ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, നിനക്ക് രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ആ രക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്താൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന്റെ വചനപ്രകാരം അവരെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ള, അങ്ങനെയാണ് വിശുദ്ധ കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. എന്നാൽ സങ്കീർത്തനത്തിൽ വായിച്ചത് ഈ കാദേശ് നടുങ്ങി. എന്താ കാദേശ് നടുങ്ങാൻ കാരണം? ഓടിച്ചു പറയാം. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. കനാൻ ദേശത്തോട് അടുത്ത സ്ഥലങ്ങളിൽ ഒന്നാ കാദേശ്. വായിച്ചേ, ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്തുകൾ വായിക്കാം. കനാൻ ദേശത്തോട് അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. ആവർത്തനം 2-13-14. ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കും വരെ സേരത്തോട് കടപ്പിനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. എനിക്കത് പറയാൻ പേടിയായതുകൊണ്ടാ പറയാൻ ഞാൻ മുടിഞ്ഞു പോയെന്നാ. പക്ഷെ അച്ഛാൻ വായിച്ചോണം, കാരണം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാ. ഒന്നുകൂടെ ഉണ്ട് മുടിഞ്ഞെന്ന്. അവർ മുടിഞ്ഞു തീരും വരെ. പിന്നെ കണ്ടേണ് മുടിഞ്ഞെന്ന് 2 പ്രാവശ്യമാണ്. ഇവര് മുടിഞ്ഞു തീരുന്നത് വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. ഇത് ഒരു നല്ല പദമല്ല, മുടിഞ്ഞു പോയെന്ന. ദൈവമക്കൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള പദമല്ല കൊടുക്കുന്നത്. അവന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം ചെയ്തു. അവൻ പിതാക്കന്മാരോട് ചേർന്നു, പിതാക്കന്മാരുടെ വഴിയെ പോയി. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു, വിശ്വാസത്തിൽ മരിച്ചു. മോശയെ പറ്റി പറയുന്ന അങ്ങനെ യഹോവയുടെ ദാസനാകുന്ന മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. എബ്രായർ 11 ഇവരെല്ലാം വിശ്വാസത്തിൽ മരിച്ചു. വെളിപ്പാടി വായിക്കുന്നത് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന ഇങ്ങനെയുള്ള പദമാ. പക്ഷെ ഇവിടുത്തെ പദം കണ്ടോ എങ്ങനാ? മുടിഞ്ഞെന്ന. കേൾക്കുമ്പോ തന്നെ പേടിയാ. മുടിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ മുടിഞ്ഞു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നമ്മള് കൃപയിലൊക്കെ വരുമ്പോൾ ചിലക്ക് ഇഷ്ടപ്പെടുകയില്ല. അവർ പറയും ചിലപ്പോൾ മുടിയുമെന്നൊക്കെ. ഞാൻ പെന്തിക്കോസ് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഉപ്പാപ്പൻ ചോദിച്ചു, ഇയാൾ പെന്തിക്കോസിലാണോ? ഞാൻ പറഞ്ഞു പെന്തിക്കോസില. മുടിഞ്ഞു പോകുകയുള്ളെന്ന്. ചിരിച്ചേച്ചൊരു സ്തോത്രം പറഞ്ഞു ഞാൻ. അല്ല പുള്ളിയോട് എന്നാ പറയാന്? സ്തോത്രം. കുറച്ച് വർഷം കഴിഞ്ഞ് പുള്ളി തന്നെ എന്നെ കണ്ടവൻ പറഞ്ഞു, ഇയാളെ അങ്ങ് അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക പെന്തിക്കോസി. അന്നേരം ഞാൻ സ്തോത്രം പറഞ്ഞു. നീ മുടിയത്തില്ല, നീ നശിച്ചും പോകുകയല്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നീ മുടിയത്തില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിന്റെ കുടുംബവും നശിക്കത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, നിന്റെ കുടുംബം യേശുവിന് കൊടുക്കേ. നിന്റെ ഭവനത്തിൽ യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, യേശുവിന് ഹൃദയം കൊടുക്കുക. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. പക്ഷെ ഇവിടെ വായിക്കുന്ന മുടിഞ്ഞു പോകുന്ന. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത കിടന്ന സ്ഥലങ്ങളിൽ ഒന്നാ കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. ഏതൻ തോട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 സ്ഥലം കനാനാണ്. കനാന്റെ വിശേഷത, ഈ കനാന് 4 അതിര. കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രൈം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടെ 4 അതിര. ഇതിന് പല പേരുകളുണ്ട്. കനാൻ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, വിശുദ്ധ നാട്. പേര് വരാൻ പല കാര്യമുണ്ട്. കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശത്ത് വന്ന് കുടിയേറി പാർത്തു. പലസ്തീൻ എന്ന് പേര് വരാൻ കാര്യം പടിഞ്ഞാറ് തീരത്ത് പെലിസ്തീനുണ്ടായിരുന്നു. റോമരുടെ കാലം വന്നപ്പോൾ പെലിസ്തീനുള്ളത് കൊണ്ട് ലോപിച്ച് ഇതിന് പലസ്തീൻ എന്ന് പേര് വന്നു. അപ്പം കനാൻ എന്ന് പറഞ്ഞാൽ കനാന്റെ സന്തതികൾ കുടിയേറി പാർത്ത സ്ഥലമാണ്. വാക്യം പെട്ടെന്ന് വായിച്ചു തരാമോ? അങ്ങനെ തന്നെ പറയാം. കനാൻ എന്ന് പറഞ്ഞാൽ നോഹയുടെ കൊച്ചുമക്കളാണ്. നോഹയ്ക്ക് 3 മക്കൾ, ശേമും ഹാമും യാവത്തും. അതിൽ ശേമിൻ്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. ഹാമിൻ്റെ വംശത്തിൽപ്പെട്ടതാണ് ഈ കനാനും മിസ്രയീമ്യരും
ഫെലിസ്തീനമല്ല. ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 10:1, 10:6, 10:13, 10:14, 10:15, 11:10, 12, 14, 16, 18, 20, 22, 24, 26, 27. ആദ്യം 10:1 വായിച്ചു. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫത്ത് എന്നവരുടെ വംശപാരമ്പര്യം. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫത്ത് 3 പേര്. അതിൽ ശേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11:10 വായിച്ച വലത്തുവശത്ത് മേളിൽ 11:10. ശേമിന്റെ വംശപാരമ്പര്യമാവൻ. ശേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 അവൻ വയസ്സായ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖന് 30 വയസ്സായ അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 അവൻ വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 അവൻ വയസ്സായപ്പോൾ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് 30 അവൻ വയസ്സായപ്പോൾ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 വയസ്സായപ്പോൾ അവന് തേരഹിനെ ജനിപ്പിച്ചു. തേരകനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേരകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഗോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. 27-ാം വാക്യം മുതൽ വായിച്ച തേരകന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെയും അബ്രഹാമെന്നുണ്ടോ? അബ്രാമിനെയും അബ്രാമിനെയും നാഗോറിനെയും ഹാരാനും ജനിപ്പിച്ചു. ഹാരാൻ തന്റെ ജന്മദേശത്ത് കൽദയുടെ പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിൻ നാഗോറും ഭാര്യമാരി എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഇവള് മിൽക്കയുടെ ഇസ്കയുടെ ഹാനാന്റെ പുത്രിയായിരുന്നു. അടുത്ത വാക്യം. താറാ മച്ചിയായിരുന്നു. സന്തതി ഉണ്ടായിരുന്നില്ല. തേരക് തന്റെ മകനാകുന്ന അബ്രാമിനെയും തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനാകുന്ന അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായും കൂട്ടിക്കൊണ്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക ഹാരാനി വെച്ച് മരിച്ചു. ഇത് അബ്രാമ്യ പാരമ്പര്യം. എല്ലാം പറയാൻ നേരമില്ല. രണ്ടാമത്തവൻ ഹാമിന് 4 മക്കൾ. 10:6 ഹാമിന് 4 പിള്ളേര്. വായിക്കേ. ഇതെന്തിനാ വായിപ്പിക്കുന്ന ചോദിച്ചാൽ വേറെ പുസ്തകത്തിലുള്ള കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയാ. ചില വെളിയിൽ നിൽക്കുന്നവർക്ക് അറിയത്തില്ല. അവരോട് അറിയാനാ ഇത് പുസ്തകത്തിലുള്ള കാര്യം തന്നെ, അല്ലാതെ ഇളക്കം കയറിയപ്പം ചുമ്മാ പറയല്ല. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര് അല്ലയോ? ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്. പണ്ടൊരാൾ വായിച്ചു ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, പിന്നെ കനാൻ. ഞാൻ പറഞ്ഞു മിസ്രയീം മിക്കവാറും പൂക്കാൻ സാധ്യത ഇല്ല. മിസ്രയീം പൂത്തതല്ല. ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. അത് രണ്ടാമത്തവൻ മിസ്രയീം. അവന് 6 പിള്ളേര്. 13-ാം വാക്യം. മിസ്രയീമോ ലൂദീം, അനാമീം, ലഹാബീം, നപ്തുഹീം, പത്രുസീം, കസ്ലുഹീം. മതി. എത്ര ഉള്ളൂ? നന്നായിട്ട് വായിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. അല്ല, കൈ കണക്കി നിൽക്കുന്നുണ്ട്. മിസ്രയീമോ, ലൂദി, അനാമി, ലഹാബി, നത്ലുഹീം, പത്ലുസീം, കത്ലുസീം. 6 പേര്. ഇവരിൽ നിന്ന് ഫെലിസ്തീർ. 14-ാം വാക്യം. 14. ഇവരിൽ നിന്ന് ഫെലിസ്തീർ ഉത്ഭവിച്ചു. ഇതൊക്കെയാണ്. ഇനി കനാന്റെ സന്തതി. 15-ാം വാക്യം വായിച്ചേ. കനാൻ തന്റെ ആദ്യജാതനായ 11 പിള്ളേരുണ്ട്. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗശ്യൻ, ഹിവ്യൻ, അർക്യൻ, സീനിയോൻ, അർവാദ്യൻ, സമാര്യൻ, ഹമാത്യൻ. 11 ഈ സന്തതി പരമ്പരകൾ വന്ന് കുടിയേറിപ്പുറത്ത സ്ഥലമാകയാൽ ഇതിന് കനാൻ നാടെന്ന് പേര് വന്നു. എല്ലാം വിവരിക്കുന്നില്ല. ഇത്ര നല്ല സുന്ദരമായ സ്ഥലമാണ് കനാൻ നാട്. കനാന്റെ അതിരുകളും അതിനകത്തെ കാര്യങ്ങളൊക്കെ എത്ര മെച്ചമാണ്. കനാന്റെ വിശേഷത പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം ആവർത്തന 8-ന്റെ 7, 106-ാം സങ്കീർത്തന 23 ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചാൽ ഇത്തര സുന്ദര സുരബലമായൊരു സ്ഥലം ഉലകത്തിലില്ല. പാലും തേനും ഒഴുകുന്ന ദേശം. ചെല്ലി ധരിക്കുന്ന റോഡ് കൂടെ എല്ലാം പാലൊഴുകുക എന്നാ. അങ്ങനല്ല. തേൻ കാരണം തെന്നി വീഴുക ചവിട്ടി. അങ്ങനൊന്നും അല്ല. പാലും തേനും ഒഴുകുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഇതാ. ഇഷ്ടം പോലെ പുല്ലും പുഷ്പവുമുള്ള ദേശം. പുഷ്പം ഒത്തിരി ഉള്ളത് കൊണ്ടാണെന്നില്ല തേൻ. പുല്ലുള്ളത് കൊണ്ടാണെന്നില്ല പശുവിന്
പാലും വരുന്നത്. അതും പുല്ലും പുഷ്പവുമുള്ള നല്ല ദേശമെന്നർത്ഥം. ഇപ്പം അത്ര ചിന്തിക്കാൻ നേരമുള്ളൂ, വേറെ വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്തിണക്കണം. അപ്പോൾ നല്ല സുന്ദര സുലഭലമായ ദേശമാണ് കനാൻ ദേശം. എല്ലാ വാക്യവും എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7 മുതൽ കീപ്പോട്ടെ കനാന്റെ പ്രത്യേകത. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7 മുതൽ താഴോട്ട്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഉള്ള ദേശം. ശ്രദ്ധിക്കണേ, അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരി അത്തി മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. അടുത്ത വാക്യം പറയുക, പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെക്കുറിച്ച് കയ്യും കെട്ടി വായും പൂട്ടി ഇരിക്കരുത്, നീ അവന് സ്തോത്രം ചെയ്യണം. നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ ആളുകളെ ചിരിക്കരുത്, സ്തോത്രം ചെയ്യണം. ഞാൻ സെൻട്രൽ പാസ്റ്റാ, ഞാൻ പ്രസ്പിറ്ററാ, സൂപ്രണ്ടാ, ഞാൻ അനീഷ് കാവാലമാ, കുന്തമാ, കോടാലിയാ, ഞാൻ കമ്മിറ്റിയിലാ, കൗൺസിലാ, നിന്റെ കോടാലി. ഇന്ന് രാത്രി നീ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പ്രസിഡന്റാ, വൈസ് പ്രസിഡന്റാ, ഖജാൻജിയാ, ഞാൻ സഭയിലെ മൂപ്പനാന്ന് നേരത്തെ ചത്തോണം. എടാ, നീ ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് ഐമേനിയെന്നോ തിരുമേനിയെന്നോ സെൻട്രൽ പാസ്റ്ററെന്നോ സൂപ്രണ്ടെന്നോ ഓവർസിയറെന്നോ അവൻ IPC എന്നോ ചർച്ച് കോഡെന്നോ അസംബ്ലീസ് കോഡെന്നോ അവൻ പിന്നെ കൃപാസനമെന്നൊന്ന് അതിനൊന്നും തരംതിരിവില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ക്യാഷ് ഉള്ളവനെന്നോ ക്യാഷ് ഇല്ലാത്തവനെന്നോ വിഷയമല്ല. സകല എണ്ണോ ദൈവത്തെ ആരാധിക്കണം. ആരോ നിനക്ക് യോഗ്യൻ ദൈവമാ. കുഞ്ഞാട്, നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുക. നീ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും സ്തോത്രത്തിന് ബഹുമാനത്തിനും ആരാധനയ്ക്ക് നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ മാത്ര യോഗ്യൻ. ദൈവത്തെ ആരാധിക്കണം. എനിക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ സങ്കടം, ചിലർ ദൈവത്തെ ആരാധിക്കുകയല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം സഹകരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലയിടത്ത് ചെന്നാൽ ചില പാസ്റ്റർമാർ സ്തോത്രം പറഞ്ഞു അവരിങ്ങനെ ഇരിക്കുക, ആരെ വിഴുങ്ങേണ്ടുന്നു. എടാ, നീ ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല, ആണോ? ഈ വായിച്ചേ ലൂക്കോസ് 2:36 വായിരേ. ലൂക്കോസ് 2:36. അറിവുള്ള വാക്യമാ, ഓർപ്പിക്കുന്നതേ ഉള്ളു. ആരാധനയ്ക്കൊന്നും പ്രായം തടസ്സമല്ലെന്ന്. അമ്മേ, ഇങ്ങോട്ട് കേക്ക്, ഉറങ്ങാതെ ഇത് കേക്ക്, കുത്തിയിരുന്ന് അങ്ങ് ഉറങ്ങുക. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്ന പ്രവാചകിയുണ്ടായിരുന്നു. അമ്മേ ഇങ്ങോട്ട് നോക്കാൻ, വായിക്കോട്ടെ വിടാതെ. ആശേർ ഗോത്രത്തിൽ അല്ലേ, നിങ്ങളോടായി പറയുന്നത് ഇങ്ങോട്ട് നോക്കാൻ. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകൾ ഹന്ന എന്നൊരു പ്രവാചകി അമ്മ. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളും. നല്ല പ്രായമുള്ളൊരമ്മ, ഏതാണ്ട് 100 ചില്ലുവാനും വയസ്സുണ്ട്. ഈ അമ്മ നല്ല പ്രായാധിക്യത്തിക്കുന്ന അമ്മ എന്നെ എടുക്കാൻ നുണയും കൊതിയും പറഞ്ഞ് നടക്കുകയല്ല. ദൈവാലയം അമ്മ കണ്ടടമെല്ലാം നിരങ്ങി നടക്കുകയല്ല. രാവിലെ ഒരു കൂടിന്റെ കുടുംബിക്ക് പിടിച്ചേച്ച് ഉള്ള വീട്ടിലെല്ലാം കയറി മരുമകളുടെ കുറ്റവും കുറവും ഉള്ള ചുമ്മാ കൂട്ടിക്കെട്ടും. തള്ളേ, നീ മര്യാദയ്ക്ക് ദൈവത്തെ ആരാധിക്കേ. ചുമ്മാ നീ നുണയും കൊതിയും പറഞ്ഞ് നിന്റെ ആയുസ് കളയരുത്. മരണം നിന്നെ പിടികൂടും. നീ കോങ്കണ്ണിയായിട്ട് പോകുന്നതിൽ നല്ലത് നീ ദൈവത്തെ ആരാധിക്കണം. വായിച്ചേ ഞാൻ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഇച്ചിരി സമയം കൂടെ എടുക്കും. എടുത്തോട്ടെ. വായിക്കേ. ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചെന്ന് 100 ചൊല്ലുവാനും വയസ്സുള്ള അമ്മ ദൈവത്തെ ആരാധിക്കുന്നെന്ന്. അമ്മ, ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ആരാധനയ്ക്ക് പ്രായം വിഷയമല്ല. രാവും പകലും 100 ചൊല്ലുവാനും വയസ്സുള്ള അമ്മ ദൈവത്തെ ആരാധിക്കുക. ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ ദൈവദാസന്മാരെ, പ്രായം ആരാധനയ്ക്ക് തടസ്സമല്ലെന്ന്. പൊസിഷനും തടസ്സമല്ല.
ഞാൻ സഭയുടെ പാസ്റ്റർ, അതൊക്കെ നല്ലത്. ഞാൻ സെൻറ്ററിൻ്റെ നല്ല കാര്യം, ഞാൻ ഇതിൻ്റെ മെയിനാ ആയിക്കോട്ടെ, മെയിനായി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അന്ത്യം വരെ. ഞാൻ ഗവൺമെൻറ് സർവീസിലാണ്, വളരെ നല്ലത്, അതൊക്കെ നല്ലത്, അഭിനന്ദിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ ആരാധനയ്ക്ക് ഇതൊന്നും തടസ്സമല്ല, പൊസിഷനൊന്നും തടസ്സമല്ലെന്ന്. അയ്യോടി ഈ പെട്ടകം പട്ടണത്തിലോട്ട് അങ്ങോട്ട് വന്നപ്പോൾ ദാവീദ് രാജാവാ. രാജവസ്ത്രം അങ്ങോട്ട് മാറ്റി വെച്ച് പഞ്ഞിനൂലങ്കി കൊണ്ടുള്ള അങ്കി ധരിച്ച് പെട്ടകത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കുതിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നല്ലതുപോലെ അങ്ങോട്ട്. അപ്പൊ പാട്ടുകാരെല്ലാം കൂടെ വന്നു, താളക്കാർ വന്നു, സംഗീതക്കാർ. വായിച്ച 68-ാം സങ്കീർത്തനം 24 ആ പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ ആ ക്രമീകരണം പറയും. 68-ാം സങ്കീർത്തനത്തിൻ്റെ 24 മുതലുള്ള വാക്യം അങ്ങോട്ട് വായിച്ചോ. അതിൻ്റെ താഴെ 68-ന്റെ 24 വായിക്കേ. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ടു. എന്റെ ദൈവവും രാജാവുമായ ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ടു. എൻ്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു. സംഗീത ശുശ്രൂഷയുടെ ഓർഡറാ. സംഗീതക്കാര് മുമ്പിൽ, വീണക്കാര് പിൻപിൽ എന്ന് പറഞ്ഞാൽ തബല, ഓർഗണ്, അതിന്റെ പേരെന്നാ മോനെ, ഋതംപാട്. ഋതംപാട്, മൃദംഗം. ഞങ്ങളുടെ സഭയിൽ ഇതെല്ലാം ഉണ്ട്. സ്തോത്രം, എല്ലാം വേണം. എല്ലാം കൂടെ ഉള്ള ആരാധനയാണ് ദൈവത്തിന് ഇഷ്ടം. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ചെണ്ട വരെ കൊണ്ടുവരണം. അടിച്ച് പൊട്ടിക്കാനല്ല, താളത്തിൽ വായിക്കാനാ. എല്ലാ ഉപകരണവും വേണം, സകല വാദിത്രങ്ങളും വേണം. പക്ഷേ അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നറിയാമോ? സംഗീതക്കാർ മുമ്പിൽ നിൽക്കണം, വീണക്കാരല്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ സംഗീത ശുശ്രൂഷ ചെയ്യുമ്പോൾ പാട്ടിൻ്റെ പദം, ശബ്ദം, പ്രയോഗം, പദങ്ങള് മേളിൽ നിൽക്കണം. വാദ്യ ഉപകരണ താളത്തിൻ്റെ ശബ്ദം അതിന് കീഴ് നിൽക്കണം. ചിലയിടത്ത് ചെന്ന് ആരാധനയ്ക്കും കൺവെൻഷന് ചെന്ന് ഏത് പാട്ടാന്ന് പോലും നമുക്കറിയാൻ മേല. ഇതെല്ലാം കൂടെ വെച്ച് ഈ ചിലരിങ്ങനെ കണ്ണ് കാണും കൂട്ടിക്കോളാൻ. ഓരോരുത്തരുടെ അവന് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ കൂട്ടണമെന്നാ അതിങ്ങനെ മേളിൽ നിൽക്കണം. അത് സ്വാഭാവികമാണ്, കുറ്റമൊന്നുമല്ല. അതുകൊണ്ട് ഏത് പാട്ടാന്ന് പോലും അറിയത്തില്ല. പിന്നെ നമ്മൾ രക്ഷപ്പെടുന്നത് ഒന്നേ പാട്ട് തെറ്റുമില്ല, മറന്നു പോകും, ഉടനെ മറുഭാഷ പറയും. അങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുക. ഇനിയും രക്ഷപ്പെടും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇതിന്റെ ഓർഡറാ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിൻപിൽ. പിന്നെ തപ്പുകൊട്ടുന്ന കന്യകമാർ, ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ടു. എൻ്റെ ദൈവവും രാജാവുമായ അവന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്തെ തന്നെ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. പിന്നെ ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനെയും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും തന്നെ. പിന്നെ നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. എല്ലാം വിവരിക്കാൻ നേരമില്ല. പാട്ടൊക്കെ പാടണം. ദൈവത്തിന് സ്തോത്രം. പാടുന്നില്ല. നിങ്ങളോട് പണക്കം ഉണ്ടായിട്ടല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പാട്ട് പാടി നൃത്തം ചെയ്ത് ഇവര് പട്ടണത്തിൽ പെട്ടകം അങ്ങോട്ട് വന്നപ്പോൾ ദാവീദ് രാജാവാ, പൊസിഷൻ ഒന്നും നോക്കിയില്ല. രാജവസ്ത്രം മാറ്റിവെച്ച് പഞ്ഞിനൂലം കൊണ്ടുള്ള അങ്കി ധരിച്ച് പെട്ടകത്തിന് മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. അവൻ ദൈവത്തെ ആരാധിച്ചു. ആരാധനയ്ക്ക് പൊസിഷൻ തടസ്സമല്ല. പിന്നെ ഒരു കാര്യം, ദാവീദ് കുതിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദാവീദിൻ്റെ സഹധർമ്മിണി അവള് റോയൽ ഫാമിലിയാ. പുള്ളി ആരാധിച്ച് വെച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാവനയാ, അവൾ പറഞ്ഞു, നിങ്ങൾ ഇന്നും എന്നെ എന്തോ ഇവിടെ കിടന്നു ഇളകിയത്. ദാവീദ് ചോദിച്ചു, എന്നാ? ഞാനിന്നങ്ങ് നാണം കെട്ടുപോയി YWC അടിച്ചെന്നപ്പോൾ. ഇവള് അതിൻ്റെ പ്രസിഡൻ്റാണ്. ദാവീദ് എന്നാ പറഞ്ഞു? എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ഒത്തിരി ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, എന്തുവാ അത്? ഇൻസൾട്ട് ചെയ്തു. അതാ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പിന്നെ
എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ഇൻസൾട്ട് ചെയ്തു. ചായന അവരെല്ലാവരും ചോദിച്ചു, നിന്റെ ഹസ് എന്തിനാടി ഇങ്ങനെ കടന്ന്? നിങ്ങളിങ്ങനെ തന്നെ അനാവൃതനാക്കി. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഏത് ഫാമിലിയാണെന്ന് ചിന്തിക്കണം. നമ്മൾ റോയൽ ഫാമിലിയാണ്. എൻ്റെ ഡാഡിയുടെ പൊസിഷൻ, അയ്യോ ഡാഡി പൂതംകാരി നൊരേമ്പാതേം ചാടി നിൽക്കുക, നിന്റെ താടി എവിടെ അപ്പനാ ചാവൂലേ, യവന് ദുരാത്മാവ് കയറി ഭൂതം കയറി ഇവൻ നൊരേമ്പാതേം ചാടി, അതാ അവിടെ താടി. എനിക്ക് ഈ പെന്തിക്കോസ് ചിലരുടെ, എല്ലാവരുടെയും കാര്യം, ചിലരുടെ അഹങ്കാരം നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടൊരു ഗതിയും പരഗതിയില്ല, ഇതിനകത്ത് വന്ന് ദൈവം നന്മ കൊടുത്തു. ഇപ്പം ചിലവരെ അമ്മമ്മി ഒത്തിരി ടെൻഷനാണ്. എന്തുവാ ടെൻഷൻ എന്നാ? അതേ മോള് വന്നിട്ടുണ്ട്, അവൾ ന്യൂസിലൻഡിലായിരുന്നു, മോനും വന്നിട്ടുണ്ട്, അവൻ അയർലൻഡിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ചർച്ചിലെ മീറ്റിങ്സിന് വരാനൊന്നും എന്തോ പറ്റി. അത് പിന്നെ അവൾ പിന്നെ എല്ലാ ഫിഷും യൂസ് ചെയ്യത്തില്ല. പിന്നെന്തോ അവൾ യൂസ് ചെയ്യുന്നത്, അവൾ കിങ് ഫിഷ്. എടീ ഉണക്കക്കുറിച്ച് തിന്ന് കിടന്നവളാ അല്ലേ? അങ്ങനെ ഇവിടെ എന്നാ പറയുന്നേ? ഉണക്ക അല്ല, കുറിച്ചി, മുള്ളുള്ള കുറിച്ചി. ഇവിടെ എന്നാ അതിന് പറയുന്നേ? കാരമീൻ. എടീ കാരമീൻ നിന്ന് കിടന്നവളാ. ഇവക്കിപ്പം 2 പുത്തം കിട്ടിയാ പറയാം അവള് കിങ് ഫിഷെ യൂസ് ചെയ്യും. പിന്നെ മോനാണെങ്കിൽ അവനെ എല്ലാ ഫുഡും അവനെ ഒക്കത്തില്ല അമ്മമ്മേ. പിന്നെ എന്തോ അവൻ കഴിക്കുന്നത്, അവന് ബീഫ് ഒലത്തി കൊടുക്കണം. ഒലത്തെ ഇവനിത് തിന്നേച്ച് നിന്നെ നല്ലവണ്ണം ഒലത്തും, നിന്നെ ഒലത്തും, നിന്റെ മാപ്പിള ഒലത്തും. അവൻ ഒലത്താൻ അഹങ്കാരമല്ലേ? അതിന് അടുത്തത് പിന്നെ ഡാഡി വന്നിട്ടുണ്ട്. ഡാഡി എന്നാ എല്ലാം ഒന്നും ഉപയോഗിക്കത്തില്ല. ഡാഡി മട്ടൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നീ എന്നാടാ മട്ടൺ കണ്ടത്? ഉള്ള കുട്ടൻ എല്ലാം ചുട്ടു തിന്നവനാ. കുട്ടൻ എന്ന് പറയുന്നൊരു മീൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്, കുട്ടൻ. ഇവിടെ എന്നാന്ന് അറിയത്തില്ല. 10 പുത്തം കിട്ടിയപ്പോൾ അഹങ്കാരമല്ലേ? എല്ലാത്തിനും മിക്കതിനും അഹങ്കാരമല്ലേ? ദൈവം നിനക്ക് നന്മ തരുമ്പോൾ കുറച്ചുകൂടെ വിനയപ്പെട്ടോണം. ദൈവം നിനക്ക് നന്മ തരുമ്പോൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചോണം. അർഹിക്കാത്ത നന്മകൾ ദൈവം തരുമ്പോൾ സ്തോത്രം ചെയ്തോണം. ഞെളിയാതെ ഭയപ്പെട. ഇതിന് യോഗ്യരല്ലായിരുന്നു. കാൽവറിയിലെ സ്നേഹം നമ്മൾ തേടിയെത്തി ഇതിന് യോഗ്യരാക്കി. ഹല്ലേലൂയ. അഹങ്കരിക്കരുത്, നെകളികളോട് ദൈവം എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർക്ക് കൃപ പകരും. ഇതെല്ലാം ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ പറയുക, നിന്നെ നല്ലൊരു ദേശത്തേക്കാ ദൈവം കൊണ്ടുവന്നത്. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകൾ, ഉറവകളെ, തടാകങ്ങളുമുള്ള ദേശം, കോരമ്പ്, യവവും, മുന്തിരി, അത്തി, മേറമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. എന്നിട്ട് അടുത്ത വാക്യം പറയാ, പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ സ്തോത്രം ചെയ്യണം. തന്നെ ആയുസ്സിന് സ്തോത്രം ചെയ്യണം, ആരോഗ്യത്തിന് സ്തോത്രം ചെയ്യണം, തന്നെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യണം, ഭവനം തന്നെങ്കിൽ സ്തോത്രം ചെയ്യണം, തലമുറയെ തന്നെങ്കിൽ സ്തോത്രം ചെയ്യണം, തന്നെ ആരോഗ്യത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം ചെയ്തതെല്ലാം സ്തോത്രം ചെയ്യാൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെതായി എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെതായി എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയും നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെതായി എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെതായി എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്.
ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ ആമേൻ കൊണ്ടുപിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ദൈവം നിന്നെ നടത്തി, ദൈവം നിന്നെ പുലർത്തി. കഴിഞ്ഞ നാളുകൾ ദൈവം നിന്നെ സൂക്ഷിച്ചു, നിന്റെ കുടുംബത്തെ സൂക്ഷിച്ചു. യഹോവ തീമതിലായി നിനക്ക് കൂടെ ഇരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ ഏശാതെ ദൈവം നിന്നെ ഭദ്രമായി പരിപാലിച്ചു. എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ ദൈവം നിന്നെ സൂക്ഷിച്ചു. നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന്, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, കണ്ണിനെ കണ്ണിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് മഹത്വം കൊടുക്ക. അടമന ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ മുഖവരെ ആയതേ ഉള്ളൂ, പക്ഷേ സമയമായി, മതി. ഇപ്പം ഇത് മതി, ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. കാരണം ഇപ്പം അത് മതി. ഞാനങ്ങ് നിർത്തുക. മുഖവര പറഞ്ഞതേ ഉള്ളൂ, വിഷയത്തിലോട്ടൊന്നും വന്നില്ല. എനിക്ക് സമയം ഒത്തിരി ഏറെ വേണം അടുക്കടുക്കായിട്ട് പറഞ്ഞ്. ഓരോരുത്തർക്കും ഒരേ ശൈലിയാണല്ലോ. എങ്കിലും നിങ്ങൾ സഹകരിച്ചതിന് നന്ദി. കർത്താവ് അനുവദിക്കുക, അന്നേ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ എന്നേലും ചിന്തിക്കാം. യേശു മാത്രം ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം. മറ്റൊരുത്തലും രക്ഷയില്ല. അർഹിക്കാത്ത നന്മകളാ ദൈവം നിനക്ക് തന്നത്. നല്ല സ്ഥലത്താണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉറപ്പിച്ച് നിറപ്പിച്ച് പറയാം, നീ പെന്തിക്കോസി വന്നതാ നിന്റെ ഭാഗ്യം. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. എൻ്റെ ശൈലി പറഞ്ഞാൽ നീ പെന്തിക്കോസി വന്നതാ എൻ്റെ ഭാഗ്യം. പിന്മാറരുത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്യ്. ദൈവത്തിന് മഹത്വം കരേറ്റ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ചുമതലപ്പെട്ടവർക്കെല്ലാം നന്ദി. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും, തിരുവല്ലയിലൊരു സഭയുണ്ട്, അതൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനിയും മുമ്പോട്ട് നിങ്ങളെയൊക്കെ പ്രാർത്ഥന, അമ്മയെ പ്രാർത്ഥിക്കണേ. ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.